ഹായ് ഓൾ, വെൽക്കം ടു ടെക് PSC. നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് മാത്സിലെ മെട്രിക്സ് ആണ്. ഫസ്റ്റ് ഓഫ് ഓൾ എന്താണ് മെട്രിക്സ് എന്ന് നമുക്ക് നോക്കാം. നമ്മൾ ഒരു റെക്ടാങ്കുലർ ഫോമില് നമ്പേഴ്സിനെയോ ലെറ്റേഴ്സിനെയോ ഫംഗ്ഷൻസിനെയോ ഒക്കെ റെപ്രസെന്റ് ചെയ്യുന്നതിനാണ് നമുക്ക് എന്ത് പറയുന്നത്, മെട്രിക്സ് എന്ന് പറയുന്നത്. മെട്രിക്സ് നമ്മൾ ജനറലി ക്യാപിറ്റൽ ലെറ്റർ യൂസ് ചെയ്തിട്ടാണ് എന്ത് മെട്രിക്സിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് മെട്രിക്സിന്റെ കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. ഇവിടെ 3 ഡിഫറെന്റ് എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട്, A, B ആൻഡ് C. അപ്പൊ ലെറ്റേഴ്സിനെയോ ഫംഗ്ഷൻസിനെയോ നമ്പേഴ്സിനെയോ ഒക്കെ റെക്ടാങ്കുലർ ഫോമിൽ റെപ്രസെന്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, മെട്രിക്സ് എന്ന് പറയാം. അപ്പൊ ആദ്യത്തെ കേസിൽ നോക്കിക്കേ, ഹൊറിസോണ്ടൽ ലൈൻ ഓഫ് എലമെന്റ്സ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതാണ് എന്ത്, റോസ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ എത്ര ഹൊറിസോണ്ടൽ ലൈൻസ് വരുന്നുണ്ട്, 3 ഹൊറിസോണ്ടൽ ലൈൻസ്, അതായത് 3 റോസ് വരുന്നുണ്ട്. വെർട്ടിക്കൽ ലൈൻസ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന എലമെന്റ്സിനെയാണ് നമ്മൾ കോളംസ് എന്ന് പറയുന്നത്. ഇവിടെ 2 കോളംസ് വരുന്നുണ്ട്. അപ്പം റോ ബൈ കോളത്തിന് നമുക്ക് എന്ത് പറയാൻ പറ്റും, ഈ ഒരു മെട്രിക്സിന്റെ ഓർഡർ എന്ന് പറയാം. അപ്പൊ ഫസ്റ്റ് കേസിൽ 3 റോയും 3 ഹൊറിസോണ്ടൽ ലൈനും 2 വെർട്ടിക്കൽ ലൈനും ആണ് വരുന്നുണ്ട് അല്ലെ. അപ്പൊ നമുക്ക് എന്ത് പറയാം, ഫസ്റ്റ് മെട്രിക്സിന്റെ ഓർഡർ എന്ന് പറയുന്നത് 3/2, സെക്കൻഡ് മെട്രിക്സിന്റെ ഓർഡർ അപ്പൊ എന്ത് വരും, 3/3. 3 റോയും എത്രയുണ്ട്, 3 കോളവും വരുന്നുണ്ട്. ഇവിടെ എന്താണ്, 2 റോയും 3 കോളവും. സോ ഇവിടുത്തെ ഓർഡർ എന്ന് പറയുന്നത് എന്താണ്, 2/3 ആണ്. ഹൊറിസോണ്ടൽ ലൈൻ ഓഫ് എലമെന്റ്സ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന എന്താണ്, റോ ഓഫ് ദ മെട്രിക്സും വെർട്ടിക്കൽ ലൈൻ ഓഫ് എലമെന്റ്സ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന എന്താണ്, കോളംസ് ഓഫ് ദ മെട്രിക്സും ആണ്. ഇനി നമുക്ക് ഓർഡർ ഓഫ് മെട്രിക്സിനെ പ്രോപ്പർ ആയിട്ട് ഒന്ന് ഡിഫൈൻ ചെയ്യാം. മെട്രിക്സിന്റെ ഡെഫിനിഷൻ പറഞ്ഞ സമയത്ത് നമ്മളൊന്ന് പറഞ്ഞല്ലേ ഓർഡർ എന്ന് പറയുമ്പോൾ എന്താണ്, നമുക്കൊരു മെട്രിക്സിനെ ജനറൽ ആയിട്ട് റെപ്രസെന്റ് ചെയ്യുമ്പോൾ അതിന്റെ നമ്പർ ഓഫ് റോസ് ബൈ നമ്പർ ഓഫ് കോളത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഓർഡർ ഓഫ് എ മെട്രിക്സ്. ഇവിടെ ജനറൽ ആയിട്ടുള്ള ഒരു മെട്രിക്സിന്റെ റെപ്രസെന്റേഷൻ തന്നിട്ടുണ്ട്. അപ്പൊ A11 എക്സെട്ര അപ് ടു A1n തുടങ്ങി AM1 എക്സെട്ര അപ് ടു AMn എലമെന്റ്സ് ആണ് ഉള്ളത്. അപ്പൊ ഇവിടെ എത്ര നമ്പർ ഓഫ് റോസ് വരുന്നുണ്ട്, m നമ്പർ ഓഫ് റോസ്, m നമ്പർ ഓഫ് റോസും n നമ്പർ ഓഫ് കോളംസും ആണ് വരുന്നത്. സോ ഓർഡർ ഓഫ് മെട്രിക്സ് എന്ന് പറയുമ്പോൾ ഇവിടെ എന്താണ്, m/n ആണ് ഓർഡർ ഓഫ് മെട്രിക്സ് വരുന്നത്. ഇനി നമുക്ക് ഒരു എക്സാമ്പിൾ നോക്കാം. നമുക്ക് ഒരു മെട്രിക്സ് കൺസ്ട്രക്ട് ചെയ്യണം. 3/2 മെട്രിക്സ് ആണ് കൺസ്ട്രക്ട് ചെയ്യേണ്ടത്. കണ്ടീഷൻ തന്നിട്ടുണ്ട്, Aij എന്ന് പറയുന്നത് 1/2 മോഡുലസ് ഓഫ് i മൈനസ് 3j. അപ്പൊ ഇവിടെ എന്താ പറഞ്ഞിട്ടുള്ളത്, ഇവിടെ പറഞ്ഞിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഒരു 3/2 മെട്രിക്സ് ആണ് കൺസ്ട്രക്ട് ചെയ്യേണ്ടത്. അപ്പൊ 3 റോയും വേണം, 2 നമ്പർ ഓഫ് കോളംസും വേണം. അപ്പൊ അതിന്റെ എലമെന്റ്സിനെ എങ്ങനെ എഴുതാം, A11 A12 A21 A22 A31 A32 ഇങ്ങനെയാണല്ലോ നമുക്ക് എഴുതുന്നത്. എന്തുകൊണ്ട് നമ്മൾ ഇങ്ങനെ എഴുതി, 3 റോയും വേണം, 2 കോളവും വേണം. A11 എന്ന് പറയുന്ന റെപ്രസെന്റ് ചെയ്യുന്നത് എന്താണ്, ഫസ്റ്റ് റോയിലെ ഫസ്റ്റ് കോളത്തിലെ എലമെന്റ് ആണ് A11, ഫസ്റ്റ് റോയിലെ സെക്കൻഡ് കോളത്തിലെ എലമെന്റ് ആണ് A12, സെക്കൻഡ് റോയിലെ ഫസ്റ്റ് കോളത്തിലെ എലമെന്റ് A21, സെക്കൻഡ് റോയിലെ സെക്കൻഡ് കോളത്തിലെ എലമെന്റ് A22, ദെൻ തേർഡ് റോയിലെ ഫസ്റ്റ് കോളത്തിലെ എലമെന്റ് ആണ് A31, തേർഡ് റോയിലെ സെക്കൻഡ് കോളത്തിലെ എലമെന്റ് ആണ് എന്ത്, A32. അപ്പൊ ഇത് ഓരോ എൻട്രീസും നമുക്ക് കണ്ടുപിടിക്കണം. ആദ്യം കണ്ടുപിടിക്കേണ്ട A11 ആണ്. ഫംഗ്ഷൻ ഇവിടെ തന്നിട്ടുണ്ട്, 1/2 മോഡുലസ് i മൈനസ് 3j. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കൂ, iക്ക് പകരം 1 കൊടുക്കൂ, jക്ക് പകരം 1 കൊടുക്കൂ. അപ്പൊ 1/2 1 മൈനസ് 3 × 1 എന്ന് വരും. അപ്പൊ 1 മൈനസ് 3 എന്ന് പറയുമ്പോൾ എന്ത് വരും, -2. മോഡിനുള്ളിലായതുകൊണ്ട് അതെന്താണ്, +2. മോഡിനുള്ളിൽ മോഡുലസ് ഫംഗ്ഷൻ വരുന്ന സമയത്ത് നമ്മൾ എന്താണ്, പോസിറ്റീവ് വാല്യൂസ് മാത്രം കൺസിഡർ ചെയ്താൽ മതി. അപ്പൊ നമുക്ക് 2/2 എന്ന് വരും. അതിന്റെ ആൻസർ 1 എന്ന് കിട്ടും. അതുപോലെ again A12 കണ്ടുപിടിക്കണം. അപ്പൊ iക്ക് പകരം 1 ഉം jക്ക് പകരം എന്ത് കൊടുക്കണം, 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പൊ 1/2 × 1 മോഡുലസ് ഓഫ് 1 മൈനസ് 3 × 2 1 മൈനസ് 6 എന്ന് വരും, which is -5. മോഡുലസ് ആയതുകൊണ്ട് നമുക്ക് എന്ത് എടുക്കാം, 5/2. അപ്പൊ A12 കണ്ടുപിടിച്ചു. അപ്പൊ ഫസ്റ്റ് റോയിലുള്ള എലമെന്റ്സ് കിട്ടി, A11 ഉം A12 ഉം കിട്ടിക്കഴിഞ്ഞു. ഇനി നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്, A21 കണ്ടുപിടിക്കണം. അപ്പൊ iക്ക് 2 ഉം jക്ക് 1 ഉം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 2 മൈനസ് 3 എന്ന് വരും. 2 മൈനസ് 3 -1 ആണ്. മോഡുലസ് എടുക്കുമ്പോൾ 1 എന്ന് വരും, 1/2 എന്ന് വരും. A22 കണ്ടുപിടിക്കുക, iക്ക് 2 ഉം jക്ക് 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അഗെയിൻ A31 കണ്ടുപിടിക്കുക, A32 കണ്ടുപിടിക്കുക. A32 കണ്ടുപിടിക്കുന്ന സമയത്ത് iക്ക് 3 ഉം കൊടുക്കുക, jക്ക് 2 ഉം കൊടുക്കുക. അപ്പൊ എന്ത് വരും, 1/2 മോഡുലസ് ഓഫ് 3 മൈനസ് 3 × 2, ദാറ്റ് ഈസ് 3 മൈനസ് 6. 3 മൈനസ് 6 എന്ന് പറയുമ്പോൾ -3 ആണ്. മോഡ് വരുന്നതുകൊണ്ട് 3 ബൈ ഓൾറെഡി ഒരു 1/2 ഉണ്ട് അല്ലെ. അപ്പൊ 3/2 എന്ന് വരും. അപ്പൊ എല്ലാ എലമെന്റ്സും കണ്ടുപിടിച്ചു. അപ്പൊ കറക്റ്റ് ആയിട്ട് അറേഞ്ച് ചെയ്ത് എഴുതാലോ, A11 1, A12 5/2, ദെൻ അടുത്ത A21 വരുന്ന 1/2, A22 2 വരുന്നുണ്ട്, ദെൻ
A310യും A32 അപ്പൊ നമ്മൾ കറക്റ്റ് ആയിട്ട് അറേഞ്ച് ചെയ്തു. അപ്പൊ നമ്മൾ എന്താണ് ഒരു 3/2 മെട്രിക്സ് കൺസ്ട്രക്ട് ചെയ്തു. 3 റോയും 2 കോളവും ഉള്ള ഈ ഒരു പർട്ടിക്കുലർ ഫംഗ്ഷൻ സാറ്റിസ്ഫൈ ചെയ്തുകൊണ്ടുള്ള ഒരു മെട്രിക്സ് നമ്മൾ കൺസ്ട്രക്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി അടുത്ത എക്സാമ്പിൾസ് നോക്കാം. ഇനി അടുത്ത എന്താണ് മെട്രിക്സ്, എന്താണ് അതിന്റെ ഓർഡർ, എന്താണ് എങ്ങനെ മെട്രിക്സിനെ കൺസ്ട്രക്ട് ചെയ്യണം, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇതുവരെ നോക്കിയത്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ടൈപ്സ് ഓഫ് മെട്രിക്സസ് ആണ്. അപ്പം മെട്രിക്സിന്റെ ഡിഫറെന്റ് ടൈപ്സ് ഉണ്ട്. ആദ്യം നമ്മൾ നോക്കുന്ന ടൈപ്പ് എന്ന് പറയുന്നത് കോളം മെട്രിക്സ് ആണ്. എന്താണ് കോളം? ഒരു മെട്രിക്സിൽ ഒരു കോളവും എനി നമ്പർ ഓഫ് റോസും ഉണ്ടെങ്കിൽ അത്തരത്തിലുള്ള മെട്രിക്സിന് നമുക്ക് എന്ത് പറയാം? കോളം മെട്രിക്സ് എന്ന് പറയാം. അപ്പൊ നമുക്ക് അതിന്റെ എക്സാമ്പിൾ നോക്കാം. നോക്കിക്കേ, ഇവിടെ എത്ര കോളമുള്ള ഒരു കോളവും എത്ര റോ വരുന്നുണ്ട്? 1 2 3 4. അതായത് ഒരു 4/1 മെട്രിക്സ് ആണ്. അതിന്റെ ഓർഡർ എന്താണ്? M/n. 4 റോയും ഒരൊറ്റ കോളവുമാണ് വരുന്നത്. അപ്പം അത്തരത്തിലുള്ള മെട്രിക്സ്, ഒരു മെട്രിക്സ് കോളം മെട്രിക്സ് ആവുന്ന എപ്പോഴാണ്? ഒരു കോളവും എനി നമ്പർ ഓഫ് റോസും ആണ് വരുന്നതെങ്കിൽ അത്തരത്തിലുള്ള മെട്രിക്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കോളം മെട്രിക്സ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ കോളം മെട്രിക്സ് ആണ്. ഇതിന്റെ ഓർഡർ 4/1 ആണ്. ഇനി നമുക്ക് അടുത്ത നോക്കുന്നത് എന്താണ്? റോ മെട്രിക്സ് ആണ്. റോ മെട്രിക്സ് എന്ന് പറയുമ്പോൾ ഒരു മെട്രിക്സിൽ ഒരു റോയും എനി നമ്പർ ഓഫ് കോളവും ആണ് വരുന്നെങ്കിൽ അത്തരത്തിലുള്ള മെട്രിക്സിനെ നമുക്ക് എന്ത് പറയാം? റോ മെട്രിക്സ് എന്ന് പറയാം. ഇവിടെ നോക്കിക്കോ, ഒരു റോയും എത്ര കോളമാണ് വരുന്നത്? 1 2 3 4. അപ്പൊ 1/4 ഒരു റോ അല്ലേ വരുന്നുള്ളൂ. 1/4 ആണ് ഇവിടുത്തെ ഓർഡർ വരുന്നത്. ഒരു മെട്രിക്സിൽ ഒരു റോയും എനി നമ്പർ ഓഫ് കോളംസും ആണ് വരുന്നതെങ്കിൽ അത്തരത്തിലുള്ള മെട്രിക്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? റോ മെട്രിക്സ് എന്ന് പറയുന്നത്. ഇനി അടുത്തത് എന്താണ്? സ്ക്വയർ മെട്രിക്സ് ആണ്. ഒരു മെട്രിക്സ് സ്ക്വയർ മെട്രിക്സ് ആകണമെങ്കിൽ നമ്പർ ഓഫ് റോസ് ഷുഡ് ബി ഈക്വൽ ടു നമ്പർ ഓഫ് കോളംസ്. ഇപ്പൊ നമ്പർ ഓഫ് റോസ് നമ്പർ ഓഫ് കോളത്തിന് ഈക്വൽ ആവുമ്പോഴാണ് നമ്മൾ എന്ത് പറയുന്നത്? സ്ക്വയർ മെട്രിക്സ് എന്ന് പറയുന്നത്. അതിന്റെ കണ്ടീഷൻ എന്താണ്? നമ്പർ ഓഫ് റോസ് m വെച്ചിട്ടും നമ്പർ ഓഫ് കോളംസ് n വെച്ചിട്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പം m is equal to n വരികയാണെങ്കിൽ അത്തരത്തിലുള്ള മെട്രിക്സിനെ നമുക്ക് എന്ത് പറയാൻ സാധിക്കും? സ്ക്വയർ മെട്രിക്സ് എന്ന് പറയാൻ സാധിക്കും. ഒരു മെട്രിക്സ് സ്ക്വയർ മെട്രിക്സ് ആവണമെങ്കിൽ നമ്പർ ഓഫ് റോസ് ഷുഡ് ബി ഈക്വൽ ടു നമ്പർ ഓഫ് കോളംസ്. അപ്പൊ അതിന്റെ എക്സാമ്പിൾ നമുക്ക് ഇവിടെ നോക്കാം. ഇവിടെ നോക്കിക്കേ, 3 ഇവിടെ എത്രയാണ്? എത്ര റോസ് ഉണ്ട്? 1 2 3 റോസ് വരുന്നുണ്ട്. 3 റോസും ഉണ്ട്, 3 റോസ് ഉണ്ട്, 3 കോളംസ് ഉണ്ട്. അപ്പൊ ഇവിടുത്തെ ഓർഡർ എന്ന് പറയുന്നത് 3/3 മെട്രിക്സ് ആണ്. നമ്പർ ഓഫ് റോസ് ഈക്വൽ ടു നമ്പർ ഓഫ് കോളംസ് ആണ് വരുന്നത്. സോ ഇത് എന്തിനൊരു എക്സാമ്പിൾ ആണ്? സ്ക്വയർ മെട്രിക്സിന്റെ എക്സാമ്പിൾ ആണ്. ഇനി അടുത്ത ടൈപ്പ് മെട്രിക്സ് നമ്മൾ നോക്കുന്നതെന്ന് പറഞ്ഞാൽ എന്താണ്? ഡയഗണൽ മെട്രിക്സ് ആണ്. ഡയഗണൽ മെട്രിക്സ് എപ്പോഴും എന്തായിരിക്കണം? ഒരു സ്ക്വയർ മെട്രിക്സ് ആയിരിക്കണം. പിന്നെ ഓൾ നോൺ ഡയഗണൽ എലമെന്റ്സ് 0 ആയിരിക്കണം. അത്തരത്തിലുള്ള മെട്രിക്സിനെയാണ് എന്ത് പറയുന്നത്? ഡയഗണൽ മെട്രിക്സ് എന്ന് പറയുന്നത്. ഇതിനെയാണ് നമ്മൾ ഡയഗണൽ എലമെന്റ്സ് എന്ന് പറയുന്നത്. ഡയഗണൽ എലമെന്റ്സ് അതായത് A11 A22 ഇതെന്ന് പറയുന്നത് എന്താണ്? A33. I is equal to J വരണം. അത്തരത്തിലുള്ള ആ പൊസിഷനിലുള്ള എലമെന്റ്സിനെയാണ് ഡയഗണൽ എലമെന്റ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഒരു മെട്രിക്സ് ഡയഗണൽ മെട്രിക്സ് എപ്പോഴാണ് ആവുന്നത്? ഡയഗണൽ മെട്രിക്സ് എപ്പോഴും ഒരു സ്ക്വയർ മെട്രിക്സ് ആയിരിക്കണം. വെറുതെ ഒരു സ്ക്വയർ മെട്രിക്സ് ആയാൽ മാത്രം പോരെ എന്താണ്? നോൺ ഡയഗണൽ എലമെന്റ്സ്, ഡയഗണൽ പൊസിഷനിൽ അല്ലാതെ കിടക്കുന്ന എല്ലാ എലമെന്റ്സും 0 ആയിരിക്കണം. അത്തരത്തിലുള്ള മെട്രിക്സിന് നമുക്ക് എന്ത് പറയാം? ഡയഗണൽ മെട്രിക്സ്. അപ്പൊ ഇവിടെ നോക്കിക്കേ, ഡയഗണലിൽ മാത്രം എലമെന്റ്സ് ഉണ്ട്. ഓഫ് ഡയഗണൽ എലമെന്റ്സ് എല്ലാം 0 ആണ്. എഗെയിൻ ഇവിടെ അങ്ങനെയാണ്. അപ്പൊ ഇതെല്ലാം എന്തിന് എക്സാമ്പിൾ ആണ്? ഡയഗണൽ മെട്രിക്സിന് എക്സാമ്പിൾ ആണ്. അപ്പം ആദ്യത്തെ മെട്രിക്സിന്റെ ഓർഡർ എന്താണ്? 1, ഒരു റോയും ഒരു കോളവും. ഇവിടെ എന്താണ്? നമുക്ക് 2 റോയും 2 കോളവും ഉണ്ട്. അപ്പൊ ഇതിന്റെ ഓർഡർ 2/2. നെക്സ്റ്റ് മെട്രിക്സിന്റെ ഓർഡർ എന്താണ്? 3/3. ഇനി അടുത്തത് എന്താണ്? സ്കെയിലാർ മെട്രിക്സ്. സ്കെയിലാർ മെട്രിക്സ് എന്ന് പറയുന്നതും ഒരു സ്ക്വയർ മെട്രിക്സ് ആണ്. ഇവിടെ വേറൊരു കണ്ടീഷനും കൂടെ ഉണ്ട്. സ്ക്വയർ മെട്രിക്സ് ആണ്, അതൊരു ഡയഗണൽ മെട്രിക്സും ആണ്. പക്ഷെ ഡയഗണലിലുള്ള എലമെന്റ്സ് എല്ലാം ഈക്വൽ ആയിരിക്കണം. നേരത്തെ ഡയഗണലിലുള്ള എലമെന്റ്സ് എന്ത് വേണമെങ്കിലും ആ ഓഫ് ഡയഗണൽ എലമെന്റ്സ് 0 ആവണമെന്നേ ഉള്ളൂ. പക്ഷേ സ്കെയിലാർ മെട്രിക്സ് എന്താണ്? ഒരു ഡയഗണൽ മെട്രിക്സ് ആകുകയും വേണം, അതായത് ഓഫ് ഡയഗണൽ എലമെന്റ്സ് എല്ലാം 0 ആകുകയും വേണം. ഡയഗണൽ പൊസിഷനിലുള്ള എല്ലാ എലമെന്റ്സ് ഈക്വൽ ആയിരിക്കണം. അത്തരത്തിലുള്ള മെട്രിക്സിനെ പറയുന്ന പേരാണ് എന്ത്? സ്കെയിലാർ മെട്രിക്സ്. നമുക്ക് എക്സാമ്പിൾ നോക്കാം. ഇവിടെ ഒരു ഓർഡർ 1 ആണ്, ഇവിടുത്തെ ഓർഡർ 2/2 മെട്രിക്സ്, ഇത് 3/3 മെട്രിക്സ്. ഓഫ് ഡയഗണൽ എലമെന്റ്സ് എല്ലാം തന്നെ എന്താണ്? 0 ആണ്. ഡയഗണൽ പൊസിഷനിലുള്ള എല്ലാ എലമെന്റ്സും ഈക്വൽ ആണ്. സോ അത്തരത്തിലുള്ള മെട്രിക്സിൽ നമുക്ക് എന്ത് പറയാം? സ്കെയിലാർ മെട്രിക്സ് എന്ന് പറയാം.
ഇനി നെക്സ്റ്റ് വരുന്ന എന്താണ്? ഐഡന്റിറ്റി മെട്രിക്സ് ആണ്. ഐഡന്റിറ്റി മെട്രിക്സ് എന്ന് പറയുമ്പോൾ എന്താണ്? ഒരു സ്ക്വയർ മെട്രിക്സ് ആയിരിക്കണം, അത് ഡയഗണൽ ആയിരിക്കണം. പിന്നെ വേറൊരു കണ്ടീഷൻ ഉള്ളതെന്ന് വെച്ചാൽ ഡയഗണൽ എലമെന്റ്സ് എല്ലാം എന്തായിരിക്കണം? 1 ആയിരിക്കണം. ഡയഗണൽ എലമെന്റ്സ് എല്ലാം ഈക്വൽ ആണ്. ഓഫ് ഡയഗണൽ എലമെന്റ്സ് 0 ആകുമ്പോൾ അതെന്താവും? സ്കെയിലാർ മെട്രിക്സ് ആവും. ഇവിടുത്തെ ഐഡന്റിറ്റി മെട്രിക്സിന്റെ കേസ് എന്താണ്? ഡയഗണൽ എലമെന്റ്സ് സ്ക്വയർ മെട്രിക്സ് ആയിരിക്കണം. ഡയഗണൽ എലമെന്റ്സ് എല്ലാം ഈക്വൽ ടു 1 ആകുകയാണെങ്കിൽ നമുക്ക് അത്തരത്തിലുള്ള മെട്രിക്സിന് എന്ത് പറയാൻ സാധിക്കും? ഐഡന്റിറ്റി മെട്രിക്സ് എന്ന് പറയാം. ഇപ്പം ഓർഡർ 1 ഇതെന്ന് പറയുന്നത് 2/2 then 3/3. നോക്കിക്കോ, ഓഫ് ഡയഗണൽ എലമെന്റ്സ് എല്ലാം തന്നെ 0 ആണ്. ഡയഗണൽ എലമെന്റ്സ് എല്ലാം ഈക്വൽ ടു 1 ആണ്. സോ ഇതെല്ലാം എന്താണ്? ഐഡന്റിറ്റി മെട്രിക്സ് ആണ്. ആദ്യത്തെ എന്ന് പറയുന്ന ഐഡന്റിറ്റി മെട്രിക്സ് ഓഫ് ഓർഡർ 1, അടുത്തത് ഐഡന്റിറ്റി മെട്രിക്സ് ഓഫ് ഓർഡർ 2, then ഐഡന്റിറ്റി മെട്രിക്സ് ഓഫ് ഓർഡർ 3 ആണ് ഇവിടെ കൊടുത്തിട്ടുള്ള എക്സാമ്പിൾസ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ നോക്കുന്ന സീറോ മെട്രിക്സ് ആണ്. ഒരു മെട്രിക്സ് എപ്പോഴാ സീറോ മെട്രിക്സ് ആവും? മെട്രിക്സിന്റെ എല്ലാ എലമെന്റ്സും 0 ആണെങ്കിൽ, അത്തരത്തിലുള്ള മെട്രിക്സിനെ നമ്മൾ എന്ത് പറയും? സീറോ മെട്രിക്സ് അല്ലെങ്കിൽ നൾ മെട്രിക്സ് എന്ന് പറയും. സീറോ മെട്രിക്സ് അല്ലെങ്കിൽ നൾ മെട്രിക്സ് എന്ന് പറയും. ഒരു മെട്രിക്സിന്റെ എല്ലാ എലമെന്റ്സും 0 ആണെങ്കിൽ അത്തരത്തിലുള്ള മെട്രിക്സിനെ സീറോ മെട്രിക്സ് അല്ലെങ്കിൽ നൾ മെട്രിക്സ് എന്ന് പറയാൻ സാധിക്കും. ഇനി അടുത്തതെന്ന് പറയുന്നത് ഈക്വാലിറ്റി ഓഫ് മെട്രിക്സസ് ആണ്. രണ്ട് മെട്രിക്സ് എപ്പോഴാണ് ഈക്വൽ ആണ് അല്ലെങ്കിൽ തുല്യം എന്ന് പറയുന്നത്? മെട്രിക്സിന്റെ ഓർഡർ സെയിം ആയിരിക്കണം, അതിന്റെ കറസ്പോണ്ടിങ് എലമെന്റ്സ് എല്ലാം ഈക്വൽ ആണെങ്കിൽ അത്തരത്തിലുള്ള മെട്രിക്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഈക്വൽ മെട്രിക്സ് എന്ന് പറയുന്നു. അപ്പൊ നമുക്ക് നോക്കാം രണ്ട് മെട്രിക്സ്. ഇവിടെ രണ്ട് എക്സാമ്പിൾ വെച്ച് നോക്കാം. ഇവിടെ നോക്കിക്കേ, ആദ്യത്തെ എലമെന്റ് 2, ഇവിടെയും 2, ഇവിടെ 3, ഇവിടെയും 3, ഇവിടെ 0, ഇവിടെയും 0, ഇവിടെ 1. ആദ്യം നോക്കുക ഓർഡർ സെയിം ആണോ എന്ന്. രണ്ടും 2/2 തന്നെയാണ്. കറസ്പോണ്ടിങ് എലമെന്റ്സ് എല്ലാം തന്നെ എന്താണ്? ഈക്വൽ ആണ്. സോ അതെന്താണ്? ഈക്വൽ മെട്രിക്സിന് എക്സാമ്പിൾ ആണ്. ഇവിടെ നോക്കിക്കേ, 2, 3, 0, 1 ആണ് എലമെന്റ്സ്, പക്ഷെ അതിന്റെ പൊസിഷൻ കറക്റ്റ് അല്ല. ഇവിടെ എന്താണ്? ഈ എലമെന്റ് അല്ല ഇത്, ഇതല്ല ഇത്, ഇതും സെയിം ആണ്. പക്ഷെ എന്താണ്? എല്ലാം കറസ്പോണ്ടിങ് എലമെന്റ്സ് ഈക്വൽ ആകുമ്പോഴേ അത് ഈക്വൽ മെട്രിക്സ് ആകത്തുള്ളൂ. അപ്പൊ ഇതെന്താണ്? ഈക്വൽ മെട്രിക്സ് അല്ല. ഇതെന്ന് പറയുന്ന ഈക്വൽ മെട്രിക്സിന് എക്സാമ്പിൾ ആണ്. അപ്പൊ ഒരു മെട്രിക്സ് ഈക്വൽ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാം? കറസ്പോണ്ടിങ് എലമെന്റ്സ് എപ്പോഴും സെയിം ആണ് എന്ന് പറയാം. അപ്പൊ ഇവിടെ പറഞ്ഞിട്ടുണ്ട് ഈ രണ്ട് മെട്രിക്സും തുല്യമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്തിന്റെയൊക്കെ വാല്യൂ കണ്ടുപിടിക്കണം? എക്സിന്റെ, വൈന്റെ, ഇസഡിന്റെ, എ ബി സിയുടെ വാല്യൂ കണ്ടുപിടിക്കണം. രണ്ട് മെട്രിക്സ് ഈക്വൽ ആണെങ്കിലുള്ള കണ്ടീഷൻ എന്താ? കറസ്പോണ്ടിങ് എലമെന്റ്സ് ഈക്വൽ ആണ്. അപ്പൊ ഇത് ഈക്വൽ ആണെങ്കിൽ എക്സ് ഇസ് ഈക്വൽ ടു -1/1.5, വൈ ഇസ് ഈക്വൽ ടു 0 എന്ന് വരും, ഇസഡ് ഈസ് ഈക്വൽ ടു 2 എന്ന് വരും, എ ഇസ് ഈക്വൽ ടു √6 എന്ന് വരും, ബി ഇസ് ഈക്വൽ ടു 3, സി ഇസ് ഈക്വൽ ടു 2 എന്നും വരും. ഇനി നമുക്ക് വേറൊരു എക്സാമ്പിൾ നോക്കാം. ഇത്തരത്തിലുള്ള എക്സാമ്പിൾസ്, സിമ്പിൾ ആയിട്ടുള്ള എക്സാമ്പിൾസ് ഒക്കെ പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുണ്ട്. രണ്ട് മെട്രിക്സ് ഈക്വൽ ആണെങ്കിൽ എന്ത് നമുക്ക് പറയാം? കറസ്പോണ്ടിങ് എലമെന്റ്സ് ഈക്വൽ ആണെന്ന് പറയാം. അപ്പൊ നമുക്ക് കണ്ടുപിടിക്കേണ്ട വാല്യൂസ് എയുടെ, ബിയുടെ, സിയുടെ, എക്സിന്റെ, വൈന്റെ, ഇസഡിന്റെ വാല്യൂസ് നമുക്ക് ഇവിടെ കണ്ടുപിടിക്കണം. അപ്പൊ ആദ്യത്തെ കേസ് എന്താ? നമുക്ക് കറസ്പോണ്ടിങ് എലമെന്റ്സ് ഇക്വേറ്റ് ചെയ്യാമല്ലോ. അപ്പൊ നമുക്ക് എക്സ് പ്ലസ് 3 ഇസ് ഈക്വൽ ടു 0 എന്ന് കിട്ടും. അതിൽ നിന്ന് നമുക്ക് എന്ത് എഴുതാം? എക്സ് ഇസ് ഈക്വൽ ടു -3. അപ്പൊ നമുക്ക് എക്സിന്റെ വാല്യൂ കിട്ടിയേ, എക്സ് ഇസ് ഈക്വൽ ടു -3 എന്ന് കിട്ടി. ഇനി അടുത്ത എന്താ? ഇസഡ് പ്ലസ് 4 ഈക്വൽ ടു 6. ഇസഡ് പ്ലസ് 4 ഇസ് ഈക്വൽ ടു 6, ഇസഡ് ഇസ് ഈക്വൽ ടു 2 എന്ന് കിട്ടി. അപ്പൊ നമുക്ക് ഇസഡിന്റെ വാല്യൂ കിട്ടി. ഇനി അടുത്ത എന്താ? a minus 1 ഈക്വൽ ടു -3. അപ്പം a is equal to -3 plus 1, a is equal to -2 എന്ന് കിട്ടി. എയുടെ വാല്യൂവും കിട്ടി. ഇനി അടുത്ത എന്താ? 2c plus 2 ഈക്വൽ ടു 0 അല്ലെ? അപ്പൊ അതിൽ നിന്ന് 2c ഈക്വൽ ടു -2, c ഈക്വൽ ടു -1. അപ്പൊ സിയുടെ വാല്യൂവും കിട്ടി. ഇനി നമുക്ക് എന്താ? b - 3 ഈക്വൽ ടു 2b plus 4. b - 3 ഈക്വൽ ടു 2b plus 4 എന്ന് കിട്ടും. അപ്പൊ നമുക്ക് ഇപ്പുറത്തോട്ട് കൊണ്ടുവരുമ്പോ -7 ഈക്വൽ ടു 2b - b എന്ന് വരും. അപ്പൊ b ഈക്വൽ ടു -7, ബിയുടെ വാല്യൂവും കിട്ടി. അപ്പം നമുക്ക് എന്താണ്? രണ്ട് മെട്രിക്സ് ഈക്വൽ ആണെന്ന് തന്നിട്ടുണ്ട്. സോ കറസ്പോണ്ടിങ് എലമെന്റ്സ് എന്ത് ചെയ്താൽ മതി? ഇക്വേറ്റ് ചെയ്ത് നമുക്ക് അൺനോൺ ക്വാണ്ടിറ്റീസിന്റെ ഒക്കെ വാല്യൂസ് ഡിറ്റർമിൻ ചെയ്യാൻ സാധിക്കും.
ഇനി എന്താണ്, ഒരു MCQ ആണ്. A is equal to Aij matrix of the order m by n. അതൊരു സ്ക്വയർ മെട്രിക്സ് ആകണമെങ്കിൽ എന്താണ്, റോ ലെസ് ദാൻ കോളോ ആണോ, റോ ഗ്രേറ്റർ ദാൻ കോളോ ആയിരിക്കണോ, റോ ഈക്വൽ ടു കോളോ ആണോ, അത് നൺ ഓഫ് ദീസ് ആണ്. ഒരു മെട്രിക്സ് എപ്പോഴാണ് സ്ക്വയർ മെട്രിക്സ് ആവുന്നത്, നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യമാണ്. ഒരു മെട്രിക്സ് സ്ക്വയർ മെട്രിക്സ് ആണെങ്കിൽ നമ്പർ ഓഫ് റോസ് ഷുഡ് ബി ഈക്വൽ ടു നമ്പർ ഓഫ് കോളം. അത്തരത്തിലുള്ള മെട്രിക്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സ്ക്വയർ മെട്രിക്സ് എന്ന് പറയുന്നത്. സോ ഇവിടെ എന്താണ്, ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ വരുന്നത്. m is equal to n. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദ ഗിവൺ വാല്യൂസ് ഓഫ് എക്സ് ആൻഡ് വൈ മേക്ക് ദ ഫോളോയിങ് മെട്രിക്സ് ഈക്വൽ. ഇതിൽ ഏതൊക്കെ വാല്യൂസ് ഓഫ് എക്സ് ആൻഡ് വൈ വരുമ്പോഴാണ് ഈ രണ്ട് മെട്രിക്സ് നമുക്ക് ഈക്വൽ ആണെന്ന് പറയാൻ പറ്റുന്നത്? എക്സിന്റെ വാല്യൂസ് -1/3 7 വരുമ്പോഴാണോ, അതോ നോട്ട് പോസിബിൾ ടു ഫൈൻഡ്? ഈ നോട്ട് പോസിബിൾ ടു ഫൈൻഡ് ഒക്കെ ഓപ്ഷനിൽ വന്നാൽ ശ്രദ്ധിച്ചോളണം. അതിനർത്ഥം എന്താണ്, ഇപ്പം എക്സിന് നമുക്ക് ഒരേ മെട്രിക്സ് ഇക്വേറ്റ് ചെയ്യുമ്പോൾ തന്നെ ഡിഫറെന്റ് വാല്യൂസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ എന്താണ്, നോട്ട് പോസിബിൾ ടു ഫൈൻഡ് ആണ് വരേണ്ടത്. അപ്പൊ നമ്മൾ അവിടെ സിംപ്ലിഫൈ ചെയ്ത് നോക്കുക. അപ്പൊ സിംപ്ലിഫൈ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, 3x + 7 = 0 ആദ്യത്തെ കൊടുക്കുക. അപ്പൊ 3x is equal to -7 ഉം x is equal to -7/3 എന്ന് കിട്ടും. ഇനി അടുത്ത എന്താണ്, ഇതും കൂടെ ഒന്ന് ഇക്വേറ്റ് ചെയ്ത് നോക്കിയേ. 2 - 3x is equal to 4. അപ്പൊ 2 - 4 = 3x എന്ന് വരും. അപ്പൊ -1 equal to 3x, x is equal to -1/3. ഒരു ഇതിൽ തന്നെ എക്സിന് 2 ഡിഫറെന്റ് വാല്യൂസ് വന്നു. അങ്ങനെ ഒരിക്കലും വരാൻ പാടില്ല. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈക്വൽ മെട്രിക്സ് ആകത്തില്ല. അപ്പൊ ഇവിടെ എന്താണ്, നോട്ട് പോസിബിൾ ടു ഫൈൻഡ് ആണ് കറക്റ്റ് ആൻസർ. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ വരുന്നത്. എക്സിന് തന്നെ 2 ഡിഫറെന്റ് വാല്യൂസ് വന്നു. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. The number of all possible metrics of the order 3/3 with each entry 0, 1. അപ്പൊ നമുക്ക് ഒരു മെട്രിക്സ് കൺസ്ട്രക്ട് ചെയ്യണം. മെട്രിക്സിന്റെ ഓർഡർ എന്താ, 3/3 ആണ്. 3/3 എന്ന് പറയുമ്പോൾ A11, A12, A13, A21, A22, A23, A31, A32, A33. 3/3 മെട്രിക്സ് ആണ്. അവർ 3/3 മെട്രിക്സ് ആകുമ്പോൾ തന്നെ ഒരു മെട്രിക്സിൽ എത്ര നമ്പർ ഓഫ് എലമെന്റ്സ് ഉണ്ട്, 9 നമ്പർ ഓഫ് എലമെന്റ്സ് ഉണ്ട്. അവർ പറഞ്ഞിട്ടുണ്ട് എത്ര പോസിബിൾ വേസിൽ നമുക്ക് 3/3 മെട്രിക്സ് കൺസ്ട്രക്ട് ചെയ്യാം. അതിന്റെ ഓരോ എൻട്രീസും എന്തായിരിക്കണം, 0 അല്ലെങ്കിൽ 1 ആയിരിക്കണം. അപ്പൊ 2 പോസിബിൾ വരാം, ഒന്നുകിൽ 0 വരാം അല്ലെങ്കിൽ 1 വരാം. അങ്ങനെ എത്ര ടോട്ടൽ നമ്പർ ഓഫ് എലമെന്റ്സ് ഉണ്ട്, 9. അപ്പൊ 2n പോസിബിൾ വേസിൽ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ നമ്പർ ഓഫ് പോസിബിൾ മെട്രിക്സ് ഓഫ് ദി ഓർഡർ 3/3 വിത്ത് എൻട്രി 0 and 1 എന്ന് പറയുന്നത് 2⁹ ആണ്, വിച്ച് ഈസ് ഈക്വൽ ടു 512 ആണ് ആൻസർ വരുന്നത്. സോ ഇവിടുത്തെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്. ഇനി നമുക്ക് എന്താണ്, ഓപ്പറേഷൻസ് ഓൺ മെട്രിസസ്. അപ്പൊ മെട്രിസസിന്റെ ഡിഫറെന്റ് ഓപ്പറേഷൻസ് നോക്കാം. അപ്പൊ ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഓപ്പറേഷൻ എന്ന് പറയുന്ന അഡിഷൻ ഓഫ് മെട്രിസസ് ആണ്. അപ്പൊ രണ്ട് മെട്രിക്സ് നമുക്ക് ആഡ് ചെയ്യണമെങ്കിലുള്ള പ്രൈമറി കണ്ടീഷൻ എന്ന് പറയുന്നത് എന്താണ്, രണ്ട് മെട്രിക്സിന്റെ ഓർഡർ ഈക്വൽ ആണെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, മെട്രിക്സ് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പൊ അഡിഷൻ ഓഫ് മെട്രിക്സ് എപ്പോഴാണ് പോസിബിൾ ആവുന്നത്, 2 മെട്രിസസ് വിച്ച് ഇസ് ഹാവിംഗ് സെയിം ഓർഡർ ആണെങ്കിൽ മാത്രമേ എന്താണ് നമുക്ക് അഡിഷൻ പോസിബിൾ ആയിട്ട്. അപ്പൊ ഇവിടെ നമുക്ക് നോക്കാം, രണ്ട് മെട്രിക്സ് തന്നിട്ടുണ്ട്. അപ്പൊ ആദ്യത്തെ മെട്രിക്സിന്റെ ഓർഡർ നോക്കിക്കേ, 2/3 ആണ്. ഇവിടെ എന്താണ് 2/3 തന്നെ, 2 റോയും 3 കോളവും ആണ് വരുന്നത്. അപ്പൊ ഓർഡർ സെയിം ആണെങ്കിൽ എന്താണ്, മെട്രിക്സ് അഡിഷൻ പോസിബിൾ ആണ്. അപ്പൊ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം, A + B. എങ്ങനെ മെട്രിക്സ് അഡിഷൻ ചെയ്യും, കറസ്പോണ്ടിങ് എലമെന്റ്സ് തമ്മിൽ ആഡ് ചെയ്താൽ മതി. അപ്പൊ ഇതും കൂടെ ആഡ് ചെയ്യാം. അപ്പൊ 2 + √3 വരും. ദെൻ 1 + √5, then -1 + 1 എന്ന് പറയുമ്പോൾ 0. ഇനി അടുത്തത് വരുമ്പോൾ 2 - 2 - 0 വന്നു, 2 - 2 0 വന്നു, then 3 + 3 6 വന്നു, then 0 + 1/2 0 എന്ന് വന്നു. അപ്പൊ നമ്മുടെ ഫൈനൽ മെട്രിക്സ് അഡിഷൻ ചെയ്തപ്പോൾ റിസൾട്ട് എന്ത് വരും, 2 + √3 1 + √5 0 0 6 1/2. അപ്പൊ നമ്മൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഇപ്പൊ മെട്രിക്സിന്റെ ഓർഡർ സെയിം അല്ല, എയുടെയും ബിയുടെയും മെട്രിക്സിന്റെ ഓർഡർ ഡിഫറെന്റ് ആണെങ്കിൽ അവിടെ എന്താണ്, മെട്രിക്സ് അഡിഷൻ പോസിബിൾ അല്ല. അത് ഓർത്തിരിക്കുക. ഇനി അടുത്തതെന്ന് പറയുന്നത് മൾട്ടിപ്ലിക്കേഷൻ ആണ്. മൾട്ടിപ്ലിക്കേഷൻ ഓഫ് എ മെട്രിക്സ് ബൈ എ സ്കെയിലാർ. ഒരു സ്കെയിലാർ ക്വാണ്ടിറ്റി വെച്ചിട്ട് മെട്രിക്സിനെ എങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. അപ്പൊ നമുക്ക് നോക്കാം, ഇവിടെ ഒരു എക്സാമ്പിൾ തന്നിട്ടുണ്ട്. ഒരു 3/3 മെട്രിക്സ് തന്നിട്ടുണ്ട്.
അപ്പൊ സ്കെയിലാർ ക്വാണ്ടിറ്റി, അപ്പൊ നമുക്ക് 3 എന്ന് പറയുന്ന ഒരു സ്കെയിലാർ ക്വാണ്ടിറ്റി വെച്ചിട്ട് നമുക്ക് എ എന്ന മെട്രിക്സിനെ മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ 3a ആണ് നമുക്ക് ഇവിടെ കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ 3a എന്ന് പറഞ്ഞാൽ 3 ഇൻറ്റു മെട്രിക്സ് എ. അവിടെ 3 ഇൻറ്റു നമ്മൾ എങ്ങനെയാ ചെയ്യുന്നത്, ഈച്ച് ആൻഡ് എവരി എലമെന്റിനെ നമ്മൾ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ ആദ്യത്തെ എലമെന്റിന് ചെയ്യുമ്പോൾ 9 എന്ന് കിട്ടും, then 3 into 1.5 4.5 എന്ന് കിട്ടും, 3√5, 3 into 7 21, 3 into -3 -9, 3 into 2 6, 3 into 0 0, then 3 into 5 15. അപ്പൊ നമുക്ക് എന്താണ് മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ ബൈ എ സ്കെയിലാർ എന്ന് പറയുന്നത്? മെട്രിക്സിന്റെ ഈച്ച് ആൻഡ് എവരി എലമെന്റിനെ ആ സ്കെയിലാർ ക്വാണ്ടിറ്റി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഇനി അടുത്തതെന്ന് പറയുന്നത് നെഗറ്റീവ് ഓഫ് എ മെട്രിക്സ്. ഒരു മെട്രിക്സ് തന്നിട്ടുണ്ട്, അതിന്റെ നെഗറ്റീവ് കണ്ടുപിടിക്കുക. അപ്പൊ അത് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം നെഗറ്റീവ് ഓഫ് എ മെട്രിക്സ്? ഇവിടെ ഒരു മെട്രിക്സ് തന്നിട്ടുണ്ട് 3 1 -5 x. ഇതെന്താണ്, ഒരു 2/2 മെട്രിക്സ് ആണ്. മൈനസ് എ കണ്ടുപിടിക്കണം. മൈനസ് എ എന്ന് പറയുമ്പോൾ എന്താണ്, മൈനസ് എ എന്ന് പറയുമ്പോൾ -1 ഇൻറ്റു എ. ഒരു സ്കെയിലാർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്ന അതേ രീതി തന്നെയാണ്. -1 നമ്മുടെ എ ഇവിടെ ഉണ്ട്. നമ്മുടെ മെട്രിക്സിന്റെ ഈച്ച് ആൻഡ് എവരി എലമെന്റിനെ എന്ത് ചെയ്താൽ മതി, -1 വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പൊ നമുക്ക് ഇവിടെ എന്ത് വരും, -3 -1 5 -x എന്ന് കിട്ടും. ഇനി അടുത്ത എന്താണ്, മൾട്ടിപ്ലിക്കേഷൻ ഓഫ് മെട്രിക്സസ്. അപ്പൊ എങ്ങനെയാണ് മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ എന്ന് നോക്കാം. വളരെ ഇമ്പോർട്ടന്റ് ആണ്, ബേസിക് ആയിട്ടുള്ള കാര്യമാണ്, മെട്രിക്സ് പഠിക്കുമ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. മൾട്ടിപ്ലിക്കേഷൻ ഓഫ് എ മെട്രിക്സ്, രണ്ട് മെട്രിക്സും എ ആൻഡ് ബി നമുക്ക് എങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യാൻ നോക്കാം. മൾട്ടിപ്ലൈ ചെയ്യണമെങ്കിൽ നമ്മൾ അഡിഷൻ പറഞ്ഞു, അഡിഷൻ ഓഫ് മെട്രിക്സ് എപ്പോഴാ പോസിബിൾ ആവുന്നത്, രണ്ട് മെട്രിക്സിന്റെ ഓർഡർ സെയിം ആണെങ്കിൽ മാത്രമേ അഡിഷൻ ഓഫ് മെട്രിക്സസ് പോസിബിൾ ആവത്തുള്ളൂ. അതുപോലെ മൾട്ടിപ്ലിക്കേഷൻ ഓഫ് മെട്രിക്സസ് എപ്പോഴാ പോസിബിൾ ആവുന്നതെന്ന് നമുക്ക് നോക്കാം. നമുക്ക് രണ്ട് മെട്രിക്സ് ഉണ്ട്, എയും ബി എന്ന് പറഞ്ഞ രണ്ട് മെട്രിക്സ് ഉണ്ട് എങ്കിൽ number of columns of A is equal to number of rows of B. അതായത് എയുടെ നമ്പർ ഓഫ് കോളവും ബിയുടെ നമ്പർ ഓഫ് റോസും തുല്യമായാൽ മാത്രമേ അവിടെ എന്താണ് മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ പോസിബിൾ ആകത്തുള്ളൂ. അപ്പം ഇവിടെ എന്താണ്, ഫസ്റ്റിന്റെ നമ്പർ ഓഫ് റോസും, അതായത് നമ്മുടെ എ മെട്രിക്സിന്റെ റോ ബൈ കോളമാണ്. എ മെട്രിക്സിന്റെ നമ്പർ ഓഫ് കോളവും ബി മെട്രിക്സിന്റെ നമ്പർ ഓഫ് റോസും ഈക്വൽ ആണെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് പറയാൻ പറ്റും, മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ പോസിബിൾ ആവത്തുള്ളൂ. അപ്പൊ നമുക്ക് ഇവിടെ നോക്കാം. ഇവിടെ ഈ മെട്രിക്സിന്റെ ഓർഡർ എത്രയാണ്, 2/3 ആണ് ഈ മെട്രിക്സിന്റെ ഓർഡർ. ഇനി അഗൈൻ ഈ മെട്രിക്സിന്റെ ഓർഡർ എന്ന് പറയുന്നത് 3/2 ആണ്. അപ്പൊ 3/2 2/3 ആണ് ആദ്യത്തെ മെട്രിക്സിന്റെ ഓർഡർ, രണ്ടാമത്തെ മെട്രിക്സിന്റെ ഓർഡർ 3/2 ആണ്. അപ്പൊ ഇവിടെ പറഞ്ഞ കണ്ടീഷൻ ഒന്നും കൂടി ഒന്ന് ചെക്ക് ചെയ്യാം. ആദ്യത്തെ മെട്രിക്സിന്റെ നമ്പർ ഓഫ് കോളം, രണ്ടാമത്തെ മെട്രിക്സിന്റെ നമ്പർ ഓഫ് റോസും ഈക്വൽ ആണെങ്കിൽ മാത്രമേ, എന്താണ് മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ പോസിബിൾ ആയിട്ടുള്ളൂ. അപ്പൊ ഇവിടെ ആദ്യത്തെ മെട്രിക്സിന്റെ ഓർഡർ എന്താ, 2/3, രണ്ടാമത്തെ ഓർഡർ 3/2 ആണ്. അപ്പൊ ആദ്യത്തെ റോ ബൈ കോളം, അപ്പൊ ആദ്യത്തെ കോളവും രണ്ടാമത്തെ റോയും ഈക്വൽ ആണല്ലോ. ആദ്യത്തെ റോയും രണ്ടാമത്തെ കോളവും ഈക്വൽ ആയിട്ട് വന്നാൽ മാത്രമേ എന്താണുള്ളൂ, മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ പോസിബിൾ ആയിട്ടുള്ളൂ. അപ്പൊ ഇത് രണ്ടും ഈക്വൽ ആകണം. അങ്ങനെയാണെങ്കിൽ റിസൾട്ടിൻ മെട്രിക്സിന്റെ ഓർഡർ എന്തായിരിക്കും, 2/2 ആയിരിക്കും. അതായത് ആദ്യത്തെ മെട്രിക്സിന്റെ റോയും രണ്ടാമത്തെ മെട്രിക്സിന്റെ കോളവും ആയിരിക്കണം എന്തായിരിക്കും, റിസൾട്ടന്റ് മെട്രിക്സിന്റെ ഓർഡർ ആയിട്ട് വരുന്നത്. അപ്പൊ നമുക്ക് എക്സാമ്പിൾ ചെയ്ത് നോക്കാം. ഇവിടെ നോക്കിക്കേ, ആദ്യത്തെ മെട്രിക്സിന്റെ കോളവും രണ്ടാമത്തെ മെട്രിക്സിന്റെ റോയും ഈക്വൽ ആണ്. സോ ഇവിടെ എന്ത് പറയാം, മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ പോസിബിൾ ആണ് എന്ന് പറയാം. അപ്പൊ തന്നിട്ടുണ്ട് രണ്ട് മെട്രിക്സ്. അപ്പൊ കറസ്പോണ്ടിങ് എലമെന്റ്സ് നമുക്ക് എങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യണം, അതിനൊരു റൂൾ ഫോളോ ചെയ്യണം. അപ്പൊ നമ്മൾ എങ്ങനെയാ ചെയ്യുന്നത്, ഫസ്റ്റ് റോയും ഫസ്റ്റ് കോളവും ആയിട്ടാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പൊ നമുക്ക് അതിന്റെ കറസ്പോണ്ടിങ് എലമെന്റ്സ് 1 into 2 plus -1 into -1 plus 2 into 5 ചെയ്യണം. അതാണ് നമ്മുടെ ഫസ്റ്റ് എലമെന്റ് എന്ന് പറയുന്നത്. നമുക്ക് കിട്ടുന്ന റിസൾട്ടന്റ് മെട്രിക്സ് 2/2 ആണ്. അതിന്റെ ഫസ്റ്റ് എലമെന്റ് ആണ് നമ്മൾ ഇവിടെ കണ്ടുപിടിച്ചത്. 1 into 2 -1 into -1, 1 into 2 plus -1 into -1 plus 2 into 5. അപ്പൊ അത് ചെയ്ത് അത് സിംപ്ലിഫൈ ചെയ്യാം. അതുപോലെ നമുക്ക് എന്താണ് അത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 1 into 2 2 plus 1 3
3 പ്ലസ് 10 13 എന്ന് കിട്ടും. ഇനി നമുക്ക് രണ്ടാമത്തെ എലമെന്റ് എങ്ങനെയാ കണ്ടുപിടിക്കേണ്ടത്? ഫസ്റ്റ് റോയും സെക്കൻഡ് കോളവും ആയിട്ട് വേണം കാൽക്കുലേഷൻ പെർഫോം ചെയ്യാൻ. അപ്പൊ 1 into 7 പ്ലസ് മൈനസ് 1 into 1 പ്ലസ് 2 into മൈനസ് 4 ചെയ്യാം. അപ്പൊ അത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് -2 എന്ന് കിട്ടും. ഇനി അടുത്ത എന്താണ്? നമുക്ക് സെക്കൻഡ് റോയിലെ ഫസ്റ്റ് കോളത്തിലുള്ള എലമെന്റ് കണ്ടുപിടിക്കാൻ സെക്കൻഡ് റോയും ഫസ്റ്റ് കോളവും ആയിട്ടാണ് ഓപ്പറേഷൻ പെർഫോം ചെയ്യേണ്ടത്. 0 into 2 പ്ലസ് 3 into -1 പ്ലസ് 4 into 5 ചെയ്യാം. അത് ചെയ്ത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് 17 എന്ന് കിട്ടും. ഇനി അടുത്ത എന്താണ്? നമുക്ക് 2x2 മെട്രിക്സ് ആണ്. നമുക്ക് ഇനി കണ്ടുപിടിക്കേണ്ടത് എന്താണ്? സെക്കൻഡ് റോയിലെ സെക്കൻഡ് കോളത്തിലുള്ള എലമെന്റ് ആണ്. അപ്പൊ സെക്കൻഡ് റോയും സെക്കൻഡ് കോളവും ആയിട്ടാണ് ഓപ്പറേഷൻ പെർഫോം ചെയ്യേണ്ടത്. അപ്പൊ 0 into 7 പ്ലസ് 3 into 1 പ്ലസ് 4 into -4 എന്ന് കിട്ടും. അപ്പൊ നമുക്ക് ഇതെല്ലാം കൂടെ സിംപ്ലിഫൈ ചെയ്ത് എഴുതാൻ സാധിക്കും. സിംപ്ലിഫൈ ചെയ്ത് എഴുതുമ്പോൾ നമുക്ക് എല്ലാം അറേഞ്ച് ചെയ്ത് എഴുതുമ്പോൾ എന്ത് കിട്ടും? 13 -2 13 -2 17 -13 ആണ് എന്ത്? മെട്രിക്സ് മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്ന ഫൈനൽ റിസൾട്ട് എന്ന് പറയുന്നത്. ഇനി നമുക്ക് എന്താണ്? വേറൊരു എക്സാമ്പിൾ നോക്കാം. ഫൈൻഡ് എ ബി കണ്ടുപിടിക്കണം. എ എന്ന് പറയുന്നത് എ മെട്രിക്സിന്റെ ഓർഡർ എന്താ? 2x2 മെട്രിക്സും രണ്ടാമത്തെ മെട്രിക്സിന്റെ ഓർഡർ എന്ന് പറയുന്നത് 2x3 മെട്രിക്സും ആണ്. അപ്പൊ ആദ്യത്തെ റോയും ഫസ്റ്റ് മെട്രിക്സിന്റെ കോളവും സെക്കൻഡ് മെട്രിക്സിന്റെ റോയും ഈക്വൽ ആണോ എന്ന് നോക്കുക. ആണല്ലോ, ആണ്. അപ്പൊ ഇവിടെ എന്ത് പറയാം? മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ പോസിബിൾ ആണ്. റിസൾട്ടന്റ് മെട്രിക്സിന്റെ ഓർഡർ എന്ന് പറയുന്നത് എന്താണ്? 2x3 ആയിരിക്കും റിസൾട്ടന്റ് മെട്രിക്സിന്റെ ഓർഡർ. 3 ആദ്യം മനസ്സിൽ വെച്ചിരിക്കുക. ഇനി നമുക്ക് എന്ത് ചെയ്യാം? അപ്പൊ 2x3 എന്ന് പറയുമ്പോൾ നമുക്കുള്ള എലമെന്റ്സ് എത്രയായിരിക്കും? 2 റോയും 3 കോളവും ആയിരിക്കും അല്ലെ? A11 A12 A13 ഉണ്ടായിരിക്കും. A21 A22 A23 then A31 A32 A33. അപ്പൊ നമുക്ക് ഓരോന്നും സിംപ്ലിഫൈ ചെയ്ത് 2x3 ആണ് അല്ലെ? 2x3 ആണ്. അപ്പൊ അവസാനത്തെ ഇല്ലല്ലോ. 2x3 2 റോയും 3 കോളവും ഉള്ള മെട്രിക്സ് ആണ് നമുക്ക് വരുന്നത്. അപ്പൊ നമുക്ക് ഇനി നോക്കാം, പെർഫോം ചെയ്യാം. A11 എന്ന് പറയുമ്പോൾ എന്താണ്? ഫസ്റ്റ് റോയും ഫസ്റ്റ് കോളവും തമ്മിലായിരിക്കണം ഓപ്പറേഷൻ പെർഫോം ചെയ്യേണ്ടത്. അപ്പൊ നമുക്ക് എന്ത് വരും? 6 into 2 പ്ലസ് 9 into 7 എന്ന് വരും. അപ്പൊ 6 into 2 12 ആണ്. 9 into 7 63 ആണ്. അപ്പൊ 12 പ്ലസ് 63 ചെയ്യുക. അപ്പൊ 75 എന്ന് കിട്ടും. ഇനി നമുക്ക് A12 എന്താണ്? ഫസ്റ്റ് റോയിലെ സെക്കൻഡ് കോളം. അപ്പൊ ഫസ്റ്റ് റോയും സെക്കൻഡ് കോളവും കൂടെ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 6 into 6 പ്ലസ് 9 into 9 എന്ന് കിട്ടും. ഇനി അടുത്ത എന്താണ്? ഫസ്റ്റ് A13 കണ്ടുപിടിക്കണം. ഫസ്റ്റ് റോയിൽ തേർഡ് കോളത്തിൽ എലമെന്റ്. അപ്പൊ ഫസ്റ്റ് റോയും തേർഡ് കോളം ആയിട്ട് ചെയ്യുക. 6 into 0 പ്ലസ് 9 into 8 എന്ന് കിട്ടും. എഗെയിൻ A21 കണ്ടുപിടിക്കണം. സെക്കൻഡ് റോയും ഫസ്റ്റ് കോളവും. അപ്പൊ 2 into 2 പ്ലസ് 3 into 7 then 2 into 6 പ്ലസ് 3 into 9 then A23 സെക്കൻഡ് റോയും തേർഡ് കോളവും. 2 into 0 പ്ലസ് 3 into 8 എല്ലാം നമ്മൾ അഡീഷൻ ഒക്കെ ചെയ്ത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 75 117 72 25 39 24 എന്ന് കിട്ടും. ഇതാണ് മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ. ഇനി എന്താണെന്ന് നോക്കാം. ഇനി അടുത്തത് നമുക്ക് X, Y, Z, W and P are matrices. അപ്പൊ നമുക്ക് എത്ര മെട്രിക്സ് തന്നിട്ടുണ്ട്? 4 ഡിഫറെന്റ് മെട്രിക്സ് തന്നിട്ടുണ്ട്. ഏതൊക്കെയാ അത്? X ഉണ്ട്, Y ഉണ്ട്, Z, W and P. അതിന്റെ ഓർഡർ തന്നിട്ടുണ്ട്. ഓർഡർ ഏതൊക്കെയാണ്? 2/n ഉണ്ട്, 3/k, 2/p, n/3 and p/k. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്തൊക്കെയാണ് കണ്ടുപിടിക്കുന്നത്? റെസ്ട്രിക്ഷൻ ഓൺ n and k and p so that py plus wy will be defined. അപ്പൊ py plus wy ഡിഫൈൻഡ് ആവണമെങ്കിൽ മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷനിലേക്ക് കുറച്ച് കണ്ടീഷൻസ് നമ്മൾ നോക്കി. അത് വെച്ചിട്ട് നമുക്ക് n-നും k-ക്കും p-ക്കും ഒക്കെ എന്ത് കണ്ടീഷൻ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ py പ്ലസ് wy പോസിബിൾ ആകും. അതാണ് ക്വസ്റ്റ്യൻ. അപ്പൊ നമുക്ക് എന്താണ് py പ്ലസ് wy എങ്ങനെ പോസിബിൾ ആവും? നമുക്ക് ഗിവൺ തന്നിട്ടുണ്ട്. നമുക്ക് 4 ഡിഫറെന്റ് മെട്രിക്സസ് ആണ് തന്നിട്ടുള്ളത്. x 2/n ആണ് അതിന്റെ ഓർഡർ. എക്സിന്റെ ഓർഡർ എന്ന് പറയുന്നത് 2/n, y 3/k, z 2/p, w n/3, p എന്ന് പറയുന്നത് p/k ആണ്. അപ്പൊ നമുക്ക് എന്താ വേണ്ടത്? py പ്ലസ് wk പോസിബിൾ ആവുന്ന കണ്ടീഷൻ. py പോസിബിൾ ആണ്. അപ്പൊ p
പിയും വൈയും പോസിബിൾ ആണ്. അപ്പൊ പി ഇൻറ്റു വൈ മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ അവിടെ പോസിബിൾ ആകണം. മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ പോസിബിൾ ആകണമെങ്കിൽ എന്താണ്, ആദ്യത്തേന്റെ കോളവും രണ്ടാമത്തേന്റെ റോയും ഈക്വൽ ആയിരിക്കണം. അതിനർത്ഥം എന്താണ്, കെ ഈസ് ഈക്വൽ ടു 3 വരണം. പിന്നെ റിസൾട്ടന്റ് മെട്രിക്സിന്റെ ഓർഡർ എപ്പോഴും എന്തായിരിക്കും, പി ബൈ. അപ്പം നമുക്ക് കെ ഈസ് ഈക്വൽ ടു 3 എന്ന് കിട്ടി. ഇതും ഈക്വൽ ആയിരിക്കണമല്ലോ. റിസൾട്ടിംഗ് മെട്രിക്സിന്റെ ഓർഡർ എന്ന് പറയുന്നത് പി ബൈ കെ ആയിരിക്കുമല്ലോ. കെയുടെ വാല്യൂ ഇവിടെ എന്താണ്, 3 ആണ്. അപ്പൊ റിസൾട്ടന്റ് മെട്രിക്സിന്റെ ഓർഡർ എന്തായിരിക്കണം, പി ബൈ 3 ആയിരിക്കണം. എന്ത്, റിസൾട്ടന്റ് മെട്രിക്സിന്റെ പി വൈ എന്ന് പറയുന്ന മെട്രിക്സിന്റെ ഓർഡർ എന്ന് പറയുന്നത് പി ബൈ 3 ആയിരിക്കണം. ഇനി എന്താണ് നമുക്ക് അടുത്ത മെട്രിക്സ്, ഡബ്ല്യു വൈ ആണ്. ഇനി ഡബ്ല്യുവിന്റെ ഓർഡർ എന്ന് പറയുന്നത് എന്താണ്, ഡബ്ല്യുവിന്റെ ഓർഡർ ഡബ്ല്യു വൈ ആണ്. ഡബ്ല്യുവിന്റെ ഓർഡർ എന്താ തന്നിട്ടുള്ളത്, എൻ ബൈ 3 എന്ന് തന്നിട്ടുണ്ട്, ഡബ്ല്യു വൈ. ഇനി വൈയുടെ ഓർഡർ എത്രയാ, 3 ബൈ കെ എന്നും തന്നിട്ടുണ്ട്, 3 ബൈ കെ തന്നിട്ടുണ്ട്. അപ്പൊ ആദ്യത്തെ കോളവും രണ്ടാമത്തെ റോയും എന്താണ്, ഈക്വൽ ആണ്. ഇനി എന്താണ് റിസൾട്ടന്റ് മെട്രിക്സ് ഡബ്ല്യു വൈ, റിസൾട്ടന്റ് മെട്രിക്സിന്റെ ഓർഡർ എന്ന് പറയുന്നത് എന്തായിരിക്കും, എൻ ബൈ കെ ആയിരിക്കും. അപ്പൊ ഇനി എന്താണ്, മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ പോസിബിൾ ആണെങ്കിൽ എന്തായിരിക്കണം, പി വൈന്റെ ഓർഡറും ഡബ്ല്യു വൈന്റെ ഓർഡറും എന്തായിരിക്കണം, സെയിം ആയിരിക്കണം അല്ലെ. പി വൈയുടെ ഓർഡർ എന്ന് പറയുന്നത് പി ബൈ 3യും ഡബ്ല്യുവിന്റെ ഓർഡർ എന്ന് പറയുന്നത് എന്താണ്, എൻ ബൈ കെയും. അപ്പൊ നമുക്ക് എന്ത് പറയാം, പി ഈസ് ഈക്വൽ ടു എന്നും, അതായത് ഇതും ഈക്വൽ ആയിരിക്കണം, കെ എന്താണ് 3 ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ മാത്രമല്ലേ നമുക്ക് എന്ത് വരാൻ പറ്റൂ, പി വൈ പ്ലസ് ഡബ്ല്യു വൈ പോസിബിൾ ആവും. അപ്പൊ നമ്മുടെ കണ്ടീഷൻ എന്താണ്, പി ഈസ് ഈക്വൽ ടു എന്നും കെ ഈസ് ഈക്വൽ ടു 3. അത് വരുന്ന ഓപ്ഷൻ എ ആണ്. P is equal to n, K equal to 3. അപ്പൊ ഈ ഒരു പർട്ടിക്കുലർ ക്വസ്റ്റ്യന്റെ കറക്റ്റ് ആൻസർ വരുന്ന ഓപ്ഷൻ എ, K is equal to 3 and P is equal to n ആണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. If n is equal to p, n is equal to p ആണെങ്കിൽ n is equal to p ആണെങ്കിൽ what is the order of 7x minus 5z? 7x minus 5z ന്റെ ഓർഡർ. അപ്പൊ x എന്ന് പറയുമ്പോൾ x ന്റെ ഓർഡർ ഇവിടെ തന്നിട്ടുണ്ട് 2 by n ആണ്. ഇനി ഇസഡിന്റെ ഓർഡർ 2 by p ആണ്. അപ്പൊ ഇവ തമ്മിൽ എന്താണ്, n is equal to p എന്നും ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് എന്താണ് 2 by n ഓർഡർ വന്നാലല്ലേ നമുക്ക് ഈ മെട്രിക്സ് അഡിഷൻ അല്ലെങ്കിൽ സബ്ട്രാക്ഷൻ പോസിബിൾ ആവണമെങ്കിൽ എന്താണ്, ഈച്ച് ആൻഡ് എവരി മെട്രിക്സിന്റെ ഓർഡർ സെയിം ആയിരിക്കണം. അപ്പൊ 2 by n ആയിരിക്കണം. ഓപ്ഷൻ ബി ആണ് 2 by n വരുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്, ട്രാൻസ്പോസ് ഓഫ് എ മെട്രിക്സ്. വളരെ ഇമ്പോർട്ടന്റ് കൺസെപ്റ്റ് ആണ്. മെട്രിക്സിന്റെ ട്രാൻസ്പോസ് എങ്ങനെ കണ്ടുപിടിക്കാം, അതായത് ഒരു മെട്രിക്സിന്റെ റോസും കോളംസും ഇന്റർചേഞ്ച് ചെയ്ത് എഴുതുമ്പോൾ നമുക്ക് റിസൾട്ടന്റ് കിട്ടുന്ന മെട്രിക്സിനെയാണ് എന്ത് പറയുന്നത്, ട്രാൻസ്പോസ് ഓഫ് എ മെട്രിക്സ് എന്ന് പറയും. അപ്പൊ ഇവിടെ ഒരു എക്സാമ്പിൾ തന്നിട്ടുണ്ട്. ഇവിടെ എത്രയാണ്, 3 റോയും 2 കോളവും, ഒരു 3/2 മെട്രിക്സ് ആണ്. അപ്പം റോസും കോളവും ഇന്റർചേഞ്ച് ചെയ്യാന്ന് വെച്ചാൽ എന്താണ്, അതിന്റെ ഓർഡർ ഇന്റർചേഞ്ച് ആവുമല്ലോ. 3/2 മെട്രിക്സ് എന്താവും, 2/3 മെട്രിക്സ് ആവും. അപ്പൊ ഫസ്റ്റ് റോയിനെ ഫസ്റ്റ് കോളം ആയിട്ട് എഴുതി. അപ്പൊ 3 5 ആണ് ആദ്യത്തെ റോ, അതിനെ ആദ്യത്തെ കോളം ആയിട്ട് എഴുതി. ഇനി സെക്കൻഡ് റോയിനെ സെക്കൻഡ് കോളം ആയിട്ട് എഴുതി. തേർഡ് റോയിനെ തേർഡ് കോളം ആയിട്ട് എഴുതി. അപ്പൊ നമുക്കൊരു 3/2 മെട്രിക്സിനെ നമ്മൾ എന്താക്കി, 2/3 മെട്രിക്സ് ആക്കി മാറ്റി. അപ്പൊ ഈ ഒരു മെട്രിക്സ് എ ആണെങ്കിൽ അതിന്റെ ട്രാൻസ്പോസ് എങ്ങനെയാണ് എ ട്രാൻസ്പോസ് റെപ്രസെന്റ് ചെയ്യുന്നത്, ഇങ്ങനെയാണ് എ ട്രാൻസ്പോസ് റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പൊ ട്രാൻസ്പോസ് ഓഫ് എ മെട്രിക്സ് എന്ന് പറയുമ്പോൾ എന്താണ്, ഇന്റർചേഞ്ചിങ് റോസ് ആൻഡ് കോളംസ് ഓഫ് എ മെട്രിക്സ് അങ്ങനെ പെർഫോം ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന റിസൾട്ടന്റ് മെട്രിക്സ് ആണ് എന്ത്, ട്രാൻസ്പോസ് ഓഫ് എ മെട്രിക്സ് എന്ന് പറയുന്നത്. ഇനി അടുത്തത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, ഈ ഒരു പ്രോപ്പർട്ടി ഒക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ട്രാൻസ്പോസ് ഓഫ് എ മെട്രിക്സിന്റെ പ്രോപ്പർട്ടീസ് ആണ്. ഒരു മെട്രിക്സിന്റെ ട്രാൻസ്പോസിനെ പിന്നെയും ട്രാൻസ്പോസ് എടുത്തു കഴിഞ്ഞാൽ ആ ഒരു സെയിം ഒറിജിനൽ മെട്രിക്സ് തന്നെ കിട്ടും. എ ട്രാൻസ്പോസ് ദ ഹോൾ ട്രാൻസ്പോസ് എന്ന് പറയുന്നത് എ ആണ്. കെ ഇൻറ്റു എ ദ ഹോൾ ട്രാൻസ്പോസ്, കെ എന്ന് പറയുന്ന ഒരു സ്കെയിലാർ ക്വാണ്ടിറ്റി ആണെങ്കിൽ കെ ഇൻറ്റു എ ദ ഹോൾ ട്രാൻസ്പോസ് എന്ന് പറയുന്ന കെ ഇൻറ്റു എ ട്രാൻസ്പോസും, എ പ്ലസ് ബി ദ ഹോൾ ട്രാൻസ്പോസ് എ ട്രാൻസ്പോസ് പ്ലസ് ബി ട്രാൻസ്പോസ് ആണ്. അതുപോലെ എ ബി, ഇതൊന്നും പ്രൂഫ് നിങ്ങൾ പഠിക്കേണ്ട കാര്യമല്ല, ഈ പ്രോപ്പർട്ടീസ് ഓർത്തിരിക്കുക. എ ബി ദ ഹോൾ ട്രാൻസ്പോസ് എന്ന് പറയുന്നത് എന്താണ്, ബി ട്രാൻസ്പോസ് ഇൻറ്റു എ ട്രാൻസ്പോസ് ആണ്. ഇനി അടുത്തത് എന്താണ്, സിമെട്രിക് ആൻഡ് സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് ആണ്.
അപ്പം ഒരു മെട്രിക്സ് എപ്പോഴാണ് സിമെട്രിക് ആവുന്നത്, എപ്പോഴാണ് സ്ക്യൂഡ് സിമെട്രിക് ആകുന്നത് എന്നൊക്കെ നോക്കാം. ഒരു സ്ക്വയർ മെട്രിക്സിന്റെ എ ട്രാൻസ്പോസ് എടുക്കുന്ന സമയത്ത് എ ട്രാൻസ്പോസ് എടുക്കുന്ന സമയത്ത് നമുക്ക് എ തന്നെ കിട്ടുവാണെങ്കിൽ അത്തരത്തിലുള്ള മെട്രിക്സിനെ സിമെട്രിക് മെട്രിക്സ് എന്നും, എ ട്രാൻസ്പോസ് എടുക്കുന്ന സമയത്ത് മൈനസ് എ ആണ് കിട്ടുന്നതെങ്കിൽ അതിനെ നമുക്ക് എന്ത് പറയാൻ പറ്റും, സ്ക്യൂ സിമെട്രിക് എന്നും പറയാൻ പറ്റും. അപ്പൊ നമുക്ക് നോക്കാം. ഇവിടെ ഒരു എക്സാമ്പിൾ തന്നിട്ടുണ്ട്. എ എന്നൊരു എക്സാമ്പിൾ തന്നിട്ടുണ്ട്. അതിന്റെ ട്രാൻസ്പോസ് എടുത്ത് നോക്കാം. ഏഴ് മെട്രിക്സിന്റെ എ ട്രാൻസ്പോസ് എടുക്കുമ്പോൾ എന്താണ്, ഫസ്റ്റ് റോയിനെ ഫസ്റ്റ് കോളം ആക്കി എഴുതുക. അപ്പൊ നമുക്ക് എന്ത് കിട്ടും, √3 2 3. സെക്കൻഡ് റോയിനെ സെക്കൻഡ് കോളം ആക്കി എഴുതുക. അപ്പൊ 2 -1.5 -1. തേർഡ് റോയിനെ തേർഡ് കോളം ആക്കി എഴുതുമ്പോൾ 3 -1 1. ഇതെന്താണ്, എ ട്രാൻസ്പോസ് എടുത്തപ്പോൾ നമുക്ക് എന്ത് തന്നെ കിട്ടി, എ തന്നെ കിട്ടി. അപ്പൊ അതിനെ എന്തെന്ന് പറയാൻ പറ്റും, സിമെട്രിക് മെട്രിക്സ് എന്ന് പറയാൻ പറ്റും. ഇനി അടുത്തത് എന്താ, സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് ആണ്. എന്താണ് സിമെട്രിക് മെട്രിക്സ് ആണ്. എന്താണ് സ്ക്യൂ സിമെട്രിക് എന്ന് പറയുന്നത്, എ ട്രാൻസ്പോസ് ഈക്വൽ ടു -a ആകുമ്പോഴത്തേക്കാണ് അതിന് സ്ക്യൂ സിമെട്രിക് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ വേറൊരു എക്സാമ്പിൾ തന്നിട്ടുണ്ട്. എന്താ തന്നിട്ടുള്ളത്, ബിയുടെ വാല്യൂ തന്നിട്ടുണ്ട്. ഇനി നമുക്ക് എന്തുവാ, ബി ട്രാൻസ്പോസ് എടുത്ത് നോക്കാം. ബി തന്നിട്ടുണ്ട്, ബി ട്രാൻസ്പോസ് എടുക്കുക. ബി ട്രാൻസ്പോസ് എടുക്കുന്ന സമയത്ത് എന്ത് കിട്ടും, ഫസ്റ്റ് റോയിനെ ഫസ്റ്റ് കോളം ആക്കി എഴുതുക. അപ്പൊ 0 EF. സെക്കൻഡ് റോയിനെ സെക്കൻഡ് കോളം ആക്കി എഴുതുമ്പോൾ -E 0G. ഇനി അടുത്ത തേർഡ് റോയിനെ തേർഡ് കോളം ആക്കി എഴുതുമ്പോൾ -F -G 0. അപ്പൊ നോക്കിക്കേ, ബി ട്രാൻസ്പോസ് എന്ന് പറയുന്നത് എന്താ കിട്ടിയത്, -B അല്ലേ കിട്ടിയത്. ഫസ്റ്റ് റോ 0 EF, അതിന് പകരം 0 -E - അപ്പൊ നമുക്ക് ആ ഫസ്റ്റ് റോയിന്ന് മൈനസ് കോമൺ എടുക്കാം. ഇനി അടുത്ത് വരുമ്പം E0 -G. ഇനി വരുമ്പോ എന്താണ്, FG 0ക്ക് പകരം -F -G -0. അപ്പൊ നമുക്ക് എന്ത് കിട്ടും, ബി ട്രാൻസ്പോസ് ഈസ് ഈക്വൽ ടു എന്തെന്ന് കിട്ടി, -B എന്ന് കിട്ടി. അപ്പൊ ബി ട്രാൻസ്പോസ് ഈക്വൽ ടു -B ആണെങ്കിൽ സ്ക്യൂ സിമെട്രിക്കും, ബി ട്രാൻസ്പോസ് ഈസ് ഈക്വൽ ടു ബി ആണ് വരണമെങ്കിൽ അതിന് എന്ത് പറയാം, സിമെട്രിക്കും എന്നും പറയാൻ പറ്റും. അപ്പൊ നമ്മൾ സിമെട്രിക് എന്താണ്, സ്ക്യൂ സിമെട്രിക് എന്താണ്, വിത്ത് എക്സാമ്പിൾ നോക്കി. ഇനി നമുക്ക് കുറച്ച് MCQ നോക്കാം. Choose the correct answer in the exercise 11 and 12. ഈ 11 and 12 MCQ ക്വസ്റ്റ്യന്റെ കറക്റ്റ് ആൻസർ സെലക്ട് ചെയ്യാനാണ്. എയും ബിയും സിമെട്രിക് മെട്രിക്സ് ആണ്. എയും ബിയും സിമെട്രിക് മെട്രിക്സ് ഓഫ് ദ സെയിം ഓർഡർ ആണെങ്കിൽ നമുക്ക് എന്താണ്, AB - BA. എയും ബിയും എന്താണ്, എയും ബിയും ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. എയും ബിയും സിമെട്രിക് മെട്രിക്സ് ഓഫ് ദി സെയിം ഓർഡർ തന്നിട്ടുണ്ട്. AB - BA ഏത് ടൈപ്പ് ഓഫ് മെട്രിക്സ് ആണെന്ന് നമുക്ക് നോക്കണം. അപ്പൊ നമുക്ക് എന്താണ്, എയും ബിയും സിമെട്രിക് മെട്രിക്സ് ആണെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്, A ട്രാൻസ്പോസ് ഈസ് ഈക്വൽ ടു എയും B ട്രാൻസ്പോസ് ഈക്വൽ ടു ബിയും. ഇതാണല്ലോ സിമെട്രിക് മെട്രിക്സിന്റെ കണ്ടീഷൻ എന്ന് പറയുന്നത്. ഇനി നമുക്ക് AB - BA കണ്ടുപിടിക്കണം. AB - BA ഹോൾ ട്രാൻസ്പോസ് എടുക്കുന്ന സമയത്ത് ആ AB - BA തന്നെ കിട്ടുകയാണെങ്കിൽ നമുക്ക് അതിനെ സിമെട്രിക് മെട്രിക്സ് എന്നും, -AB - BA ആണ് കിട്ടിയാൽ നമുക്ക് എന്ത് പറയാം, സ്ക്യൂ സിമെട്രിക് ആണെന്ന് പറയാൻ പറ്റും. അപ്പൊ AB - BA ഹോൾ ട്രാൻസ്പോസ് എടുക്കാം. അപ്പൊ AB - BA ഹോൾ ട്രാൻസ്പോസ് എന്താണ്, AB ഹോൾ ട്രാൻസ്പോസ് BA ഹോൾ ട്രാൻസ്പോസ് ആണ്. അപ്പൊ AB ഹോൾ ട്രാൻസ്പോസ് നമ്മൾ പ്രോപ്പർട്ടീസ് ഓഫ് ട്രാൻസ്ഫോംസിൽ നോക്കി. AB ഹോൾ ട്രാൻസ്പോസ് എന്താണ്, B ട്രാൻസ്പോസ് ഇൻറ്റു A ട്രാൻസ്പോസ് ആണ്. BA ഹോൾ ട്രാൻസ്പോസ് വരുമ്പോൾ എന്താണ്, A ട്രാൻസ്പോസ് ഇൻറ്റു B ട്രാൻസ്പോസ് എന്ന് വരും. ഇനി B ട്രാൻസ്പോസ് ഈസ് ഈക്വൽ ടു B എന്ന് നമുക്ക് എന്താണ് ഇവിടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. എയും ബിയും എന്താണ്, സിമെട്രിക് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ B ട്രാൻസ്പോസിന് പകരം B സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, A ട്രാൻസ്പോസിന് പകരം A കൊടുത്തു. ഇനി A ട്രാൻസ്പോസിന് പകരം Aയും B ട്രാൻസ്പോസിന് പകരം Bയും കൊടുക്കുമ്പോൾ B - AB എന്ന് കിട്ടും. B - AB എന്ന് പറയുന്നത് മൈനസ് ഓഫ് AB - BA ആണല്ലോ. അപ്പം AB - BA ഹോൾ ട്രാൻസ്പോസ് എടുക്കുന്ന സമയത്ത് മൈനസ് ഓഫ് AB - BA വന്നു കഴിഞ്ഞാൽ അതെന്ത് കണ്ടീഷനാണ്, സ്ക്യൂ സിമെട്രിക്കിന്റെ കണ്ടീഷനാണ്. അപ്പം എയും ബിയും സിമെട്രിക് മെട്രിക്സ് ഓഫ് ദി സെയിം ഓർഡർ ആണെങ്കിൽ AB - B എന്ന് പറയുന്ന എന്ത് ടൈപ്പ് ഓഫ് മെട്രിക്സ് ആണ്, സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് ആണ്. അതായത് ഓപ്ഷൻ A ആണ് കറക്റ്റ് ആൻസർ വരുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്, എയും ബിയും സിമെട്രിക് മെട്രിക്സ് ഓഫ് ദ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എയുടെ വാല്യൂ തന്നിട്ടുണ്ട്, കോസ് ആൽഫ -സൈൻ ആൽഫ സൈൻ ആൽഫ കോസ് ആൽഫ. അങ്ങനെയാണെങ്കിൽ എയുടെ A ട്രാൻസ്പോസ് ആഡ് ചെയ്യുന്ന സമയത്ത് I കിട്ടണമെങ്കിൽ ആൽഫയുടെ വാല്യൂ എന്താണ് എന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നമുക്ക് നോക്കാം. അപ്പൊ നമുക്ക് എയുടെ വാല്യൂ തന്നിട്ടുണ്ട്.
എ കോസ് ആൽഫ മൈനസ് സൈൻ ആൽഫ കോസ് ആൽഫ അല്ലെ. എയുടെ വാല്യൂം തന്നിട്ടുണ്ട്. നമുക്ക് എ ട്രാൻസ്പോസും കൂടെ എടുക്കുന്ന സമയത്ത് ബിയുടെ വാല്യൂ നമുക്ക് എ ട്രാൻസ്പോസ് പ്ലസ് എ ഈക്വൽ ടു ഐ ആണ് ആകേണ്ടത്. അങ്ങനെയാണെങ്കിൽ ആൽഫയുടെ വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. എയുടെ വാല്യൂ ഇവിടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഇനി നമുക്ക് എ ട്രാൻസ്പോസ് എടുക്കാം. എ ട്രാൻസ്പോസ് എടുക്കുമ്പോൾ ഫസ്റ്റ് റോയിനെ ഫസ്റ്റ് ഫോളോ ആക്കി എഴുതുക. കോസ് ആൽഫ മൈനസ് സൈൻ ആൽഫ. ഇനി എന്താണ് സൈൻ ആൽഫ കോസ് ആൽഫ. ഇനി നമുക്ക് എന്താണ് എ പ്ലസ് എ ട്രാൻസ്പോസ് കറസ്പോണ്ടിങ് എലമെന്റ്സ് ആഡ് ചെയ്താൽ മതി. എ പ്ലസ് എ ട്രാൻസ്പോസ് ചെയ്യുന്ന സമയത്ത് 2 കോസ് ആൽഫ. ഇനി എന്താണ് മൈനസ് സൈൻ ആൽഫ പ്ലസ് സൈൻ ആൽഫ 0, സൈൻ ആൽഫ മൈനസ് സൈൻ ആൽഫ 0, കോസ് ആൽഫ 2 കോസ് ആൽഫ എന്ന് വരും. അപ്പൊ നമ്മൾ എന്ത് കണ്ടുപിടിച്ചു? എ പ്ലസ് എ ട്രാൻസ്ഫോം. ഇനി ഫസ്റ്റ് റോയിൽ നിന്ന് 2 കോസ് ആൽഫ കോമൺ എടുക്കുമ്പോൾ നമുക്ക് എന്ത് വരും? 1 0യും 0 1. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? 2 കോസ് ആൽഫ ഇൻറ്റു ഐ എന്ന് കിട്ടും. എന്താണ് നമ്മുടെ ക്വസ്റ്റ്യൻ? എ പ്ലസ് എ ട്രാൻസ്പോസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഐ ആണ് കിട്ടുന്നത്. അപ്പൊ എ പ്ലസ് എ ട്രാൻസ്പോസ് ചെയ്യുമ്പോൾ നമുക്ക് ഐ വരും. അപ്പം 2 കോസ് ആൽഫ ഈസ് ഈക്വൽ ടു 1 എന്ന് വരും. കോസ് ആൽഫ ഈസ് ഈക്വൽ ടു 1/2 എന്ന് വരും. കോസിന് എപ്പോഴാണ് 1/2 വരുന്നത്? കോസ് 60 അല്ലേ 1/2 എന്ന് പറയുന്നത്. റേഡിയനിൽ റെപ്രസെന്റ് ചെയ്യുമ്പോൾ കോസ് 5/3 വാല്യൂ ആണ് ഇത് 1/2. അപ്പൊ ആൽഫയുടെ വാല്യൂ ഈസ് ഈക്വൽ ടു എന്തെന്ന് കിട്ടും? ആൽഫയുടെ വാല്യൂ ഈസ് ഈക്വൽ ടു 5/3. ദാറ്റ് ഈസ് ഓപ്ഷൻ ബി എന്ന് കിട്ടും. ഓപ്ഷൻ ബി. ഇനി അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഇൻവേർട്ടിബിൾ മെട്രിക്സ്. ഇനി അടുത്ത കൺസെപ്റ്റ് ആണ് ഇൻവേർട്ടിബിൾ മെട്രിക്സ് എന്ന് പറയുന്നത്. ഇപ്പം എ എന്ന് പറയുന്നത് ഒരു സ്ക്വയർ മെട്രിക്സ് ഓഫ് ഓർഡർ ബി ആണ്. വേറൊരു മെട്രിക്സ് ബി എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, അതിന്റെ ഓർഡർ സെയിം ആണെങ്കിൽ കണ്ടീഷൻ എന്താണ്? എ ബി പ്ലസ് ബി എ ഇസ് ഈക്വൽ ടു ഐ കിട്ടുവാണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? ബി ഈസ് ദ ഇൻവേഴ്സ് ഓഫ് എ. അതായത് ബി ഈസ് ഈക്വൽ ടു നമുക്ക് എ ഇൻവേഴ്സ് എന്ന് പറയാം. അതേപോലെ തന്നെ നമുക്ക് എ ഈസ് ഈക്വൽ ടു ബി ഇൻവേഴ്സ് എന്നും പറയാൻ സാധിക്കും. ഇവിടെ നമുക്കൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. എയുടെയും ബിയുടെയും വാല്യൂ തന്നിട്ടുണ്ട്. എ ഇൻറ്റു ബി മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ പെർഫോം ചെയ്യാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. എ ഇൻറ്റു ബി കണ്ടുപിടിച്ചപ്പോൾ നമുക്ക് ഐഡന്റിറ്റി മെട്രിക്സ് കിട്ടി. ഐഡന്റിറ്റി മെട്രിക്സ് എന്താണ്? ഡയഗണൽ എലമെന്റ്സ്. ഡയഗണൽ മെട്രിക്സ് ആണ്. ഡയഗണൽ എലമെന്റ് ഈക്വൽ ടു 1ഉം ഓഫ് ഡയഗണൽ എലമെന്റ് 0 ആയിരിക്കും. അപ്പം എ ബിയും ബിയും ഈക്വൽ ടു ഐ എന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? ബി ഈസ് ദ ഇൻവേഴ്സ് ഓഫ് എ എന്ന് പറയാൻ പറ്റും. അപ്പൊ എ ഈസ് ഈക്വൽ ടു ബി ഇൻവേഴ്സ് എന്നും ബി ഈസ് ഈക്വൽ ടു എ ഇൻവേഴ്സ് എന്നും പറയാൻ സാധിക്കും. അതാണ് ഇൻവേർട്ടിബിൾ മെട്രിക്സ് എന്ന് പറയുന്നത്. ഇപ്പൊ ബി ഈസ് ദ ഇൻവേഴ്സ് ഓഫ് എ ആണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? എ ഈസ് ഓൾസോ ദ ഇൻവേഴ്സ് ഓഫ് ബി എന്ന് പറയാൻ സാധിക്കും. ഒരു റെക്ടാങ്കുലർ മെട്രിക്സ് എപ്പോഴും ശ്രദ്ധിക്കുക, സ്ക്വയർ മെട്രിക്സിൽ മാത്രമാണ് എന്താണ് ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യുന്നത്. റെക്ടാങ്കുലർ മെട്രിക്സിന് എന്താണ് ഇൻവേഴ്സ് മെട്രിക്സ് പൊസസ് ചെയ്യുന്നില്ല. ഇനി അടുത്തത് മെട്രിക്സിന്റെ ഇൻവേഴ്സ് കണ്ടുപിടിക്കാനുള്ളതാണ്. അപ്പൊ മെട്രിക്സിന്റെ ഇൻവേഴ്സ് എന്ന് പറയുമ്പോൾ ഒരു മെട്രിക്സിന്റെ ഇൻവേഴ്സ് കണ്ടുപിടിക്കണമെങ്കിൽ ആ ഒരു മെട്രിക്സ് എന്ന് പറയുന്നത് എന്തായിരിക്കണം? നോൺ സിംഗുലാർ മെട്രിക്സ് ആയിരിക്കണം. അപ്പൊ നോൺ സിംഗുലാർ മെട്രിക്സ് എന്താണ്? ഡിറ്റർമിനന്റ് ഓഫ് എ നോട്ട് ഈക്വൽ ടു 0 ആണെങ്കിൽ അതിനെ നോൺ സിംഗുലാർ മെട്രിക്സും എന്ന് പറയാൻ പറ്റും. ഡിറ്റർമിനന്റ് ഓഫ് എ ഈക്വൽ ടു 0 ആണെങ്കിൽ എന്താണ്? അത് സിംഗുലാർ മെട്രിക്സ് ആണ്. സിംഗുലാർ. അപ്പൊ ഒരു മെട്രിക്സിന് ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യണമെങ്കിൽ അത് ഏത് ടൈപ്പ് ഓഫ് മെട്രിക്സ് ആയിരിക്കണം? ഡിറ്റർമിനന്റ് 0 ആകാൻ പാടില്ല. അതായത് നോൺ സിംഗുലാർ മെട്രിക്സിന് മാത്രമേ എന്താണ് ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യുന്നുള്ളൂ. അപ്പൊ ഒരു നോൺ സിംഗുലാർ സ്ക്വയർ മെട്രിക്സ് ആണെങ്കിൽ, ഒരു മെട്രിക്സ് എ എന്ന് പറയുന്ന നോൺ സിംഗുലാർ സ്ക്വയർ മെട്രിക്സ് ഓഫ് ദി ഓർഡർ n/n ആണെങ്കിൽ അതിന് ഇൻവേഴ്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും? എ ഇൻവേഴ്സ് ആയിരിക്കും. അത് സാറ്റിസ്ഫൈ ചെയ്യുന്ന കണ്ടീഷൻ എന്താണ്? എ ഇൻറ്റു എ ഇൻവേഴ്സ് ഈക്വൽ ടു എ ഇൻവേഴ്സ് ഇൻറ്റു എ വിച്ച് ഈസ് ഈക്വൽ ടു ഐഡന്റിറ്റി മെട്രിക്സ് ആണ്. ഐഡന്റിറ്റി മെട്രിക്സ് ഓഫ് ഓർഡർ 2 ആണെങ്കിൽ എന്താണ്? 1 0 0 1. ഐഡന്റിറ്റി മെട്രിക്സ് ഓഫ് ഓർഡർ 3 ആണെങ്കിൽ എന്ത് വരും? 0 0 1. ഡയഗണൽ എലമെന്റ്സ് എല്ലാം ഈക്വൽ ടു 1ഉം ഓഫ് ഡയഗണൽ എലമെന്റ്സ് എന്തായിരിക്കും? 0യും ആയിരിക്കും.
ഇനി നമ്മൾ പഠിക്കേണ്ട വേറൊരു എളുപ്പ വഴി, ഇപ്പൊ പരീക്ഷയ്ക്ക് നമുക്ക് മെട്രിക്സിന്റെ ഇൻവേഴ്സ് കണ്ടുപിടിക്കണം. തന്നിട്ടുള്ള മെട്രിക്സ് 2, സാധാരണ മെട്രിക്സിന്റെ ഇൻവേഴ്സ് കണ്ടുപിടിക്കേണ്ട ഫോർമുല എന്ന് പറയുന്നത് 1/determinant of A into adjoint of A ആണ്. അപ്പൊ ഒരു 2/2 മെട്രിക്സ് ആണെങ്കിൽ അഡ്ജോയിന്റ് ഒക്കെ കണ്ടുപിടിക്കാൻ ഓരോ ലോങ് പ്രൊസീജിയർ ചെയ്യാതെ നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് കണ്ടുപിടിക്കാം. ഒരു 2/2 മെട്രിക്സിന്റെ നമുക്ക് ഇൻവേഴ്സ് കണ്ടുപിടിക്കേണ്ട ഫോർമുല എന്താണ്? A inverse is equal to, ഒരു മെട്രിക്സ് ABCD ആണ് ഒരു മെട്രിക്സ് ആണെങ്കിൽ നമുക്ക് അതിന്റെ ഇൻവേഴ്സ് എന്ന് പറയുന്നത് എന്താണ്? 1/AD minus BC. 1 minus AD minus BC into, ഇനി അതിന്റെ ഇൻവേഴ്സ് എങ്ങനെ കണ്ടുപിടിക്കാം? ഈ എലമെന്റ്സ് തമ്മിൽ ഇന്റർചേഞ്ച് ചെയ്ത് എഴുതുക. ഇവിടെ ഡിയും ഇവിടെ എയും എഴുതുക. ബാക്കി രണ്ട് എലമെന്റ്സിന്റെ സൈൻ ഓപ്പോസിറ്റ് ആക്കുക. B minus Bയും C minus Cയും ആക്കും. ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുക? ഇൻവേഴ്സ് കണ്ടുപിടിക്കേണ്ടത്. ആദ്യം നമുക്ക് 2/2 മെട്രിക്സിന്റെ ഇൻവേഴ്സ് ഒന്ന് കണ്ടുപിടിച്ച് നോക്കാം. ഇവിടെ ഒരു 2/2 മെട്രിക്സ് ഉണ്ട്. ഈ 2/2 മെട്രിക്സ് എന്താണ്? എ എന്ന് പറയുന്നത് എന്താണ്? 4, 2, 3, 6. അപ്പൊ ഇതിന്റെ ഇൻവേഴ്സ് കണ്ടുപിടിക്കാം. അപ്പൊ എന്താണ്? ABCD ആണെങ്കിൽ 1/AD minus BC. അപ്പൊ 1/6 into 4 എന്താണ്? 24. 1/24 minus 3 into 2 6 ആണ്. ഇൻറ്റു ഇനി എന്താണ്? ഇതിന്റെ പൊസിഷൻ ഇന്റർചേഞ്ച് ചെയ്യുക. 6, 4 ഇത് രണ്ടും നെഗറ്റീവ് ആക്കുക. -2 -3 എന്ന് വരും. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? 1/18 into 6 -2 -3 4 എന്ന് വരും. ഇനി 1/18 ഒരു സ്കെയിലാർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഈച്ച് ആൻഡ് എവരി എലമെന്റിനെ മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പൊ 6/18 എന്ന് വരും. 6/18 എന്ന് പറയുന്നത് 1/3 ആണ്. ഇനി -2/18 that is -1/9 -3/18 that is -1/6 പിന്നെ എന്താണ്? 4/18 വരും. അപ്പൊ ഇത്രയാണ് നമുക്ക് വരുന്നത്. ഒരു 2/2 മെട്രിക്സിന്റെ ഇൻവേഴ്സ് എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടതെന്ന് നമ്മൾ നോക്കി. ഇനി അടുത്ത എന്താണ്? ഒരു 3/3 മെട്രിക്സ്. ഒരു 3/3 മെട്രിക്സ് ആണെങ്കിൽ അതിന്റെ ഇൻവേഴ്സ് കണ്ടുപിടിക്കേണ്ട ഫോർമുല A ഇൻവേഴ്സ് എന്ന് പറയുമ്പോൾ എന്താണ്? 1/determinant of A into adjoint of A ആണ് എന്ത്? മെട്രിക്സിന്റെ ഡിറ്റർമിനന്റ് കാണുക. നമുക്കൊരു എക്സാമ്പിൾ വെച്ച് നോക്കാം. അപ്പൊ കുറച്ചും കൂടെ പെട്ടെന്ന് മനസ്സിലാവും. അപ്പൊ ഇവിടെ ഒരു എക്സാമ്പിൾ തന്നിട്ടുണ്ട്. ഒരു 3/3 മെട്രിക്സ്. ഒരു 3/3 മെട്രിക്സ്. ഒരു മെട്രിക്സിന് ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യണമെങ്കിൽ അതെന്തായിരിക്കണം? നോൺ സിംഗുലാർ മെട്രിക്സ്. ദാറ്റ് ഇസ് ഡിറ്റർമിനന്റ് ഓഫ് A ഷുഡ് ബി നോട്ട് ഈക്വൽ ടു 0 ആയിരിക്കണം. അപ്പൊ ഇതിന്റെ ഡിറ്റർമിനന്റ് ആദ്യം കണ്ടുപിടിക്കുക. അപ്പൊ ഡിറ്റർമിനന്റ് എങ്ങനെയാ കണ്ടുപിടിക്കേണ്ടത്? അപ്പൊ ഇവിടെ ഒരു മെട്രിക്സ് തന്നിട്ടുണ്ട്. ഇതിന്റെ ഇൻവേഴ്സ് കണ്ടുപിടിക്കുക. അപ്പൊ ഡിറ്റർമിനന്റ് കണ്ടുപിടിക്കണം. അപ്പൊ നമ്മൾ ഡിറ്റർമിനന്റ് കണ്ടുപിടിക്കണം ഫസ്റ്റ് എലമെന്റ്. ഇനി ആ ഫസ്റ്റ് 1 ഇൻറ്റു ഇനി എന്താണ്? ഫസ്റ്റ് എലമെന്റ് 1 ഇൻറ്റു അത് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള റോയും കോളവും എലിമിനേറ്റ് ചെയ്യുക. അപ്പൊ ബാക്കി എന്താ വരുന്നത്? 9 into 5. 9 into 5 എന്താ? 45 minus 6 into 2 എന്താ? 12 എന്ന് വരും. അപ്പൊ 1 into 45 minus 12. അപ്പൊ ഫസ്റ്റ് എലമെന്റ് പോസിറ്റീവ്, സെക്കൻഡ് നെഗറ്റീവ്, പിന്നെ പോസിറ്റീവ്. ഇനി മൈനസ് ഓഫ് സെക്കൻഡ് എലമെന്റ് എന്താ? സെക്കൻഡ് എലമെന്റ് 2 ആണ്. 2 into 2 ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള റോയും കോളോ എലിമിനേറ്റ് ചെയ്യുക. ഇനി അടുത്തത് 2 ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള റോയും കോളോ എലിമിനേറ്റ് ചെയ്യുമ്പോൾ എന്താണ്? 9 into 4 36 minus 42 ചെയ്യുക. ഇനി അടുത്ത +3 ഇൻറ്റു 3 ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള റോയും കോളോ എലിമിനേറ്റ് ചെയ്യുക. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? 4 into 2 8 minus 5 into 7. ഇനി നമ്മളത് സിംപ്ലിഫൈ ചെയ്യാം. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 1 into 33 minus 2 into -6 plus 3 into -27. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ -36 which is not equal to 0. അപ്പൊ എന്താണ്? ഡിറ്റർമിനന്റ് ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഡിറ്റർമിനന്റ് നോട്ട് ഈക്വൽ ടു 0 ആണെങ്കിൽ ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ ആദ്യം നമ്മൾ എന്ത് ചെയ്യുക? മൈനർ കണ്ടുപിടിക്കുക. മൈനർ കണ്ടുപിടിച്ചതിന് ശേഷം നമുക്ക് അഡ്ജോയിന്റ് കണ്ടുപിടിക്കാൻ പറ്റത്തുള്ളൂ. അപ്പം ഇനി നമ്മൾ എന്ത് ചെയ്യണം? മൈനർ കണ്ടുപിടിക്കുക. അപ്പൊ നമുക്ക് റിസൾട്ട് നമുക്ക് എന്താണ്? ആദ്യം മൈനർ കണ്ടുപിടിക്കണം. മൈനർ എന്ന് പറയുമ്പോൾ ഇതെന്ന് പറയുന്നത് ഒരു 3/3 മെട്രിക്സ് ആണ്. അപ്പൊ 3/3 മെട്രിക്സ് ആകുമ്പോൾ നമ്മൾ M11 M12 നമുക്ക് 3/3 മെട്രിക്സിന്റെ എലമെന്റ്സ് എന്താണ്? A11 A12 A13 A21 A22 A23 A31 A32
A33. ഇനി ഇതിന്റെ ഇൻവേഴ്സ് കണ്ടുപിടിക്കാം. ഇതിന്റെ മൈനർ ആദ്യം കണ്ടുപിടിക്കണം. അപ്പൊ ഓരോ പൊസിഷനിലെയും കണ്ടുപിടിക്കണം. ആദ്യം M11 കണ്ടുപിടിക്കാം. M11 കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമാണ്. മൈനർ നമുക്ക് M11 കണ്ടുപിടിക്കണമെങ്കിൽ അത് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള റോയും കോളോ എലിമിനേറ്റ് ചെയ്യുക. ഫസ്റ്റ് റോയും ഫസ്റ്റ് കോളോ എലിമിനേറ്റ് ചെയ്യുക. 5 into 9. അപ്പം ബാക്കിയുള്ളതിന്റെ ഡിറ്റർമിനന്റ് കണ്ടുപിടിക്കുക. 9 into 5 45 minus 6 into 2 12 ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 33. 5 into 9 minus 6 into 2 ചെയ്യുക, 33 എന്ന് കിട്ടും. ഇനി M12 എന്ന് പറയുമ്പോൾ എന്താണ്? M12 എന്ന് പറയുമ്പോൾ ഫസ്റ്റ് നമുക്ക് M12 ഫസ്റ്റ് റോയില് സെക്കൻഡ് കോളാണ് M12. അപ്പൊ അത് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള റോയും കോളോ എലിമിനേറ്റ് ചെയ്തിട്ട് ബാക്കിയുള്ള എലമെന്റ്സിന്റെ ഡിറ്റർമിനന്റ് കണ്ടുപിടിക്കണം. 4 6 7 9. അപ്പൊ 4 into 9 minus 6 into 7 എന്ന് കിട്ടും. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? 36 minus 42 minus 6 എന്ന് കിട്ടും. അപ്പൊ M11 കണ്ടുപിടിച്ച്, M12 കണ്ടുപിടിച്ച്, ഇനി എന്ത് കണ്ടുപിടിക്കണം? M13 ആകുമ്പോ എന്താണ്? എളുപ്പമാണ്. ഫസ്റ്റ് റോയും M13 ആകുമ്പോൾ ഫസ്റ്റ് റോയും തേർഡ് കോളോ എലിമിനേറ്റ് ചെയ്യുക. ബാക്കിയുള്ള എലമെന്റ്സിന്റെ ഡിറ്റർമിനന്റ് കണ്ടുപിടിക്കുക. 4 5 7 2. അപ്പൊ -27 കിട്ടി. ഇനി M21 എന്ന് പറയുമ്പോൾ സെക്കൻഡ് റോയും ഫസ്റ്റ് കോളോ എലിമിനേറ്റ് ചെയ്ത് ഡിറ്റർമിനന്റ് കണ്ടുപിടിക്കുക. അതുപോലെ നമ്മൾ M22 M23 M31 M32 M33 ഇതെല്ലാം നമ്മൾ എഴുതുക. ഇനി അതിന്റെ കോഫാക്ടർ എഴുതുക. കോഫാക്ടർ എന്ന് പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക. കോഫാക്ടർ എന്ന് പറയുമ്പോൾ നമുക്ക് ഇവിടെ M11 M12 M13 M21 M22 അങ്ങനെ കണ്ടുപിടിച്ചു. കോഫാക്ടർ എഴുതുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ആദ്യത്തെ നമ്പർ പ്ലസ് എടുക്കും, രണ്ടാമത്തെ മൈനസ്, പിന്നെ പ്ലസ്, പിന്നെ മൈനസ്, അങ്ങനെ ഓൾട്ടർനേറ്റ് പ്ലസും മൈനസും ആക്കി അറേഞ്ച് ചെയ്ത് വേണം നമ്മൾ അവിടെ എഴുതാൻ വേണ്ടിയിട്ട്. അങ്ങനെ അറേഞ്ച് ചെയ്ത് എഴുതുന്ന സമയത്ത് 33 6 -27 then -12 then -12 then -3 6. ഇത് ഇവിടെ പ്ലസ് ആണെങ്കിൽ ഇത് മൈനസ്, ഇത് പ്ലസ്. അപ്പൊ -3 6 -3 ഓൾട്ടർനേറ്റ് പ്ലസും മൈനസും ആക്കി, കിട്ടിയ മൈനറിന്റെ ഓൾട്ടർനേറ്റ് പ്ലസും മൈനസും ആക്കി എന്താക്കുക? കോഫാക്ടർ ലിസ്റ്റ് ചെയ്യുക. അപ്പൊ കോഫാക്ടർ ചെയ്ത് ഇനി അഡ്ജോയിന്റ് കണ്ടുപിടിക്കണമെങ്കിൽ മൈനർ കണ്ടുപിടിച്ചു, കോഫാക്ടർ കണ്ടുപിടിച്ചു. കോഫാക്ടറിന്റെ ട്രാൻസ്പോസ് ആണ് എന്ത്? അഡ്ജോയിന്റ് എന്ന് പറയുന്നത്. അപ്പൊ ഫസ്റ്റ് മൈനർ കണ്ടുപിടിക്കുക. മൈനർ എങ്ങനെ കണ്ടുപിടിക്കുക? ഇപ്പൊ 3/3 ആണെങ്കിൽ 3, അതായത് നമുക്ക് 9 എലമെന്റ്സ് ഉണ്ടാകണം. ഓരോ പൊസിഷന്റെയും മൈനർ കണ്ടുപിടിക്കുക. മൈനർ കണ്ടുപിടിച്ചിട്ട് ആദ്യത്തത് പ്ലസ്, രണ്ടാമത്തെ മൈനസ്, അങ്ങനെ ഓൾട്ടർനേറ്റ് കിട്ടിയ ആൻസർ പ്ലസ് മൈനസ് വെച്ച് എഴുതി അതിന്റെ കോഫാക്ടർ ലിസ്റ്റ് ചെയ്യുക. കോഫാക്ടറിന്റെ ട്രാൻസ്പോസ് എടുക്കുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? അഡ്ജോയിന്റ് കിട്ടുക. അപ്പൊ ഫസ്റ്റ് റോയിനെ ഫസ്റ്റ് കോളോ ആക്കി എഴുതി, then സെക്കൻഡ് റോയിന് സെക്കൻഡ് കോളോ ആക്കി എഴുതി, തേർഡ് റോയിന് തേർഡ് കോളോ ആക്കി എഴുതി. കോഫാക്ടറിന്റെ ട്രാൻസ്പോസ് നമ്മൾ കണ്ടുപിടിച്ചു. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? അഡ്ജോയിന്റ് കിട്ടി. ഇനി അഡ്ജോയിന്റ് നമുക്ക് ഇനി എന്ത് ചെയ്യണം? ഇതിന്റെ മെട്രിക്സിന്റെ ഡിറ്റർമിനന്റ് എഴുതണം. ഡിറ്റർമിനന്റ് നമുക്ക് എങ്ങനെ എഴുതാൻ സാധിക്കും? -36 ആണ് ഡിറ്റർമിനന്റ് കിട്ടിയത് അല്ലെ? അപ്പൊ 1 A ഇൻവേഴ്സ് എന്ന് പറയുന്നത് 1 ഡിറ്റർമിനന്റ് ഓഫ് A ഇൻറ്റു അഡ്ജ് A ആണ്. അപ്പൊ നമുക്ക് എന്താണ്? ഡിറ്റർമിനന്റ് 1 -36 ഇൻറ്റു അഡ്ജ് കണ്ടുപിടിച്ച് ഈ അഡ്ജ് എടുത്ത് എഴുതുക. 33 -12 -3 അതെടുത്ത് എഴുതിയിട്ട് ഈ 36 വെച്ച് സിംപ്ലിഫൈ ചെയ്ത് എഴുതുക. അതാണ് എന്ത്? ഇൻവേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ മെട്രിക്സുമായിട്ട് ബന്ധപ്പെട്ട കുറെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്ത് ഫർദർ ആയിട്ട് മെട്രിക്സ് റിലേറ്റഡ് പോർഷന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള MCQs PY2 ഡിസ്കഷൻസ് ഒക്കെ നമുക്ക് വരും വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. അപ്പം റിസർച്ച് ഓഫീസറിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന എല്ലാവർക്കും ടെക് PSCയുടെ വിജയാശംസകൾ. നമുക്ക് സപ്പോർട്ട് വേണ്ടവർക്ക് വേണ്ടിയിട്ട് ടെക് PSC കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ടെക് PSCയുടെ കോഴ്സ് പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും അവൈലബിൾ ആണ്. താങ്ക് യു.